വായിച്ച തിരുവെഴുത്ത് വളരെ പരിചിതമായ വേദശകലമാണ്. സഭാപ്രസംഗികളുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ തിരുവെഴുത്താണ്. ഒരിക്കൽ കൂടി ആ തിരുവെഴുത്ത് വായിക്കണം. നമ്മുടെ യോഗ എപ്പോഴാണ് പ്രസംഗം നിർത്തണ്ടേ? 9:30. വായിച്ചു. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കയില്ല. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കത്തില്ല. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭാമൂലം, അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലം, അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലം, അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലം. അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലം, അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലം. എന്തു പരിപൂർണയാമിവൾ അണിയും വസ്ത്രം പൊൻകസബ് കൊണ്ടു നെയ്തതാ. എന്തു പരിപൂർണയാമിവൾ അണിയും വസ്ത്രം പൊൻകസബ് കൊണ്ടു നെയ്തതാ. എൻ മനസ്സുയേതുണ്ടാകോ നന്മയേറും വചനത്താൽ, എൻ മനസ്സുയേതുണ്ടാകോ നന്മയേറും രാജനെ കുറിച്ചു പാടിയ കഥ ചെമ്മയോടറിയിടുമോ. രാജനെ കുറിച്ചു പാടിയ കഥ ചെമ്മയോടറിയിടുമോ. ദന്തം കൊണ്ടുള്ളതാം ചന്തമേറും രാജധാനി, ദന്തം കൊണ്ടുള്ളതാം ചന്തമേറും രാജധാനി, ദന്തം കൊണ്ടുള്ളതാം ചന്തമേറും രാജധാനി, ദന്തം കൊണ്ടുള്ളതാം ചന്തമേറും രാജധാനി. ദന്തം കൊണ്ടുള്ളതാം ചന്തമേറും രാജധാനി, ദന്തം കൊണ്ടുള്ളതാം ചന്തമേറും രാജധാനി, ദന്തം കൊണ്ടുള്ളതാം ചന്തമേറും രാജ
സ്വാന്തമോദം വരുത്തുന്നല്ലോ അനീഷ കമ്പിവാദ്യങ്ങളിൽ നിസ്വനം സ്വാന്തമോദം വരുത്തുന്നല്ലോ അനീഷ കമ്പിവാദ്യങ്ങളിൽ നിസ്വനം അവൾ തോഴിമാരോടൊന്നു ചേർന്നു രാജസന്നിധിയിൽ അവർ തോഴിമാരോടൊന്നു ചേർന്നു രാജസന്നിധിയിൽ അവൻ തോഴിമാരോടൊന്നു ചേർന്നു രാജകീയ വസ്ത്രം എന്തിയെ കൊണ്ടു പരപ്പ് ഇടുമെന്ന വേളി നാളതിൽ എൻ മനസ്സുയരുന്നാകോ നന്മകേറും വചനത്താൽ എൻ മനസ്സുയരുന്നാകോ നന്മകേറും വചനത്താൽ ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ചിന്മയോടറിയിടുന്നു ചിന്മയരാജനെ ചെമ്മയോടറിയിടുന്നു. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വായിച്ച തിരുവെടുത്ത് ഒന്നുകൂടെ വായിച്ചോ മോനെ. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കയില്ല. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കുകയല്ല. എല്ലാരും കേട്ടല്ലോ. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കുകയില്ല. ഇന്ന് രാത്രിയിലെ ശാന്തമായ അന്തരീക്ഷത്തിൽ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാം. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 5-ാം വാക്യമാണ്. ഇത് ശലോമോനാൽ എഴുതപ്പെട്ട പുസ്തകമാണ് സഭാപ്രസംഗം. നമുക്കറിയാം ശലോമോൻ അത് ആരുടെ മകനാ? ആദ്യം വായിച്ച ആളിനോട്, പിന്നെ അവരോട്. ഉറക്കെ പറ, എന്നോട് വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇസ്രായേലിന്റെ മധുരഗായകനായ ദാവീദിന്റെ മകനാണ് ശലോമോൻ. പുള്ളി ഈ ആരംഭ സമയത്തൊക്കെ നല്ല കുഴപ്പമില്ലായിരുന്നു. സ്തോത്രം. ആ പള്ളിയെല്ലാം പണിതേച്ച് ഒരു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം സ്വർഗത്തിൽ നിന്ന് തേജസ് ഇറങ്ങി പുരോഹിതന്മാർക്ക് ശുശ്രൂഷിപ്പാൻ പോലും പറ്റാത്ത നിലയിലായിരുന്നു. ഇത് കഴിഞ്ഞ് പുള്ളി പ്രമാണം വിട്ട് വചനം വിട്ട് ഉള്ള രീതികളായി. അതോടുകൂടെ പുള്ളിയും പരുവക്കേടായി. ധാരാളം ഗീതങ്ങളും സദൃശവാക്യങ്ങളുമൊക്കെ ശലോമോൻ ചമച്ചു. അദ്ദേഹത്തിന്റെ ജ്ഞാനം വളരെ കേമമായിരുന്നു. അതറിയാനും കാണാനും കേൾക്കാനും ശേബാരാജ്ഞി അവിടെ വന്നിട്ട് ആ സഹോദരി പറഞ്ഞു, കേട്ടതിലുമൊക്കെ മെച്ചമാ വന്നു കണ്ടപ്പം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അത്രയ്ക്ക് ശ്രേഷ്ഠനായിരുന്നു ശലോമോൻ. ഇദ്ദേഹത്തെ പറ്റി വേദപണ്ഡിതാക്കൾ ചിലർ പറയുന്നത് ഈ കൃപയിൽ നിന്നപ്പം
എഴുതിയ പുസ്തകവുമുണ്ട്. കൃപ പൊയ്ക്കൊണ്ടിരുന്നപ്പം എഴുതിയ പുസ്തകവുമുണ്ട്. പിന്നെ കൃപ പോയപ്പോൾ എഴുതിയ പുസ്തകവും ഉണ്ടെന്ന ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്. കൃപയിൽ നിന്നപ്പോൾ എഴുതിയ പുസ്തകവും കൃപ ചോർന്നുകൊണ്ടിരിക്കുമ്പോൾ എഴുതിയ പുസ്തകവും കൃപയെല്ലാം പോയപ്പോൾ എഴുതിയ പുസ്തകവും എന്ന് ഞാൻ പറഞ്ഞതല്ല, വേറൊരാൾ പറഞ്ഞതാ. കടമെടുക്കുക. അപ്പൊ ഈ കൃപയിൽ നിന്നപ്പോൾ എഴുതിയ പുസ്തകമാണെന്നാ പറയുന്നത് ഉത്തമഗീതം. പേര് തന്നെ കേൾക്കുമ്പോൾ അറിയാം, ഉത്തമ ഗീതം. അതിനകത്ത് അലങ്കാര ഭാഷയിൽ ഉപമകളും ഉപമാനങ്ങളും ഉപമയത്വവും ഒക്കെ ഇട്ട് പല കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ഒരു ഇടയച്ചെറുക്കനെ വർണ്ണിക്കുന്നുണ്ട്. ആ ശൂലേങ്കാരി പറയുന്നൊരു പദമുണ്ട്, എൻ്റെ പ്രിയനോ വെണ്മയും ചുമപ്പുമുള്ളവൻ, 10,000-ങ്ങളിൽ ശ്രേഷ്ഠൻ. 1000-ങ്ങളിൽ 10,000-ങ്ങളിൽ ശ്രേഷ്ഠനാകുന്ന യേശുക്രിസ്തുവിനെ അവൻ വർണ്ണിക്കുന്ന ഭാഗമാണ്. നിഴലായിട്ട് അവിടെ ഇടയച്ചെറുക്കൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശ്രേഷ്ഠ ഇടയനായ അവൻ യേശുക്രിസ്തുവിനെ കുറിക്കുന്ന പദങ്ങളാണ്. 5-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള തിരുവെഴുത്തുകൾ വായിച്ചു. ഉത്തമഗീതം 5:10 മുതൽ താഴോട്ടുള്ള തിരുവെഴുത്ത്. അവിടെ ശൂലേമി ഇടയച്ചെറുക്കൻ്റെ അംഗപ്രത്യംഗ വർണ്ണനയാണ് അവിടെ വിവരിക്കുന്നത്. എന്നിരുന്നാലും അത് നിഴലായ സംഭവമാണ്. സാക്ഷാൽ ഇടയനാകുന്ന യേശുക്രിസ്തുവിനെ പറ്റി അത് വ്യാഖ്യാനിച്ചു വരുമ്പോൾ ബോധ്യപ്പെടും. വായിച്ചു. എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, എന്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവൻ, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. അവന്റെ ശിരസ് അതിവിശേഷമായ തങ്കം, അവിടുത്തെ ശിരസ് അതിവിശേഷമായ തങ്കം. അവന്റെ കുറുനിരകൾ ചുരുണ്ടും കാക്കയെ പോലെ കറുത്തുമിരിക്കുന്നു. അവന്റെ കണ്ണ് നീർത്തോടുകളുടെ അരികത്തുള്ള പ്രാവുകൾക്ക് തുല്യം. അത് പാലുകൊണ്ട് കഴുകിയതും ചേർച്ചയായി പതിച്ചതുമാകുന്നു. അവിടെ എല്ലാ ഭാഗവും വായിപ്പിക്കാൻ നേരമെടുക്കുന്നില്ല. 10 മുതൽ താഴോട്ട് വർണ്ണിച്ചു വരുമ്പോൾ, വിവരിച്ചു വരുമ്പോൾ ആ ഇടയച്ചെറുക്കൻ്റെ അംഗപ്രത്യംഗ വർണ്ണനയാ. തലമുടി മുതൽ എൻ്റെ ഭാഷ പറഞ്ഞ നഖം വരെ വർണ്ണിക്കുന്നുണ്ട്. യാതൊരു ഊനവുമില്ല, ഒരപാകതയില്ല. എന്നിട്ട് ഇടയ്ക്ക് പറഞ്ഞ് ഇവനാണ് എൻ്റെ പ്രിയൻ. സ്തോത്രം. ആർക്കും വലിയ സന്തോഷമൊന്നുമില്ല. അപ്പോൾ യേശുക്രിസ്തുവിനെ വർണ്ണിക്കുക. അപ്പൊ ഇത് കൃപയിൽ നിന്ന സമയത്ത് എഴുതിയെന്ന ചിലര് വാദിക്കുന്നത്. പിന്നെ കൃപ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ എഴുതിയ പുസ്തകമുണ്ട്. അതാണ് സദൃശവാക്യം. പുള്ളി നല്ല കാര്യമൊക്കെ പറയുക. അപ്പനെ ബഹുമാനിക്കണം, അമ്മയെ ബഹുമാനിക്കണം, അപ്പനോടും അമ്മയോടും കൊമ്പ് കോർക്കരുത്, സ്തോത്രം, മറ്റുള്ളവരെ ബഹുമാനിക്കണം, നല്ല കാര്യങ്ങൾ ചെയ്യണം. ഇങ്ങനെ സദൃശവാക്യം, നല്ല ഗുണദോഷങ്ങൾ പറയുക. കൃപയെന്ന് മൊത്തം പോയില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരാൾ പറഞ്ഞത് കൃപയെല്ലാം പോയപ്പോൾ എഴുതിയ പുസ്തകമാണ് പറഞ്ഞത്, സഭാപ്രസംഗം. അതിന് പുള്ളി പറഞ്ഞു, മനുഷ്യനും ചാകുന്നു, മൃഗവും ചാകുന്നു, രണ്ടിൻ്റെ ആത്മാവ് എങ്ങോട്ട് പോകുന്നെന്ന്, മേപ്പോട്ടാന്നോ കീപ്പോട്ടാന്നോ? അത് പുള്ളിക്ക് തന്നെ ഇപ്പം വലിയ തിട്ടമില്ല. നിങ്ങൾ ചെല്ലു പറയത്തില്ല, എവിടെ പോകുന്ന ഒരു തിട്ടമില്ല, പിന്നെ യോഗ ഉള്ളതുകൊണ്ട് വന്ന് കുത്തിയിരിക്കുന്നേ. അവിടെ കൃപയിൽ നിന്ന് പോയപ്പോൾ എഴുതിയെന്നൊക്കെ ചിലർ പറയുന്നത്. ആ ഭാഗത്തേക്കൊന്നും ഖണ്ഡനത്തിന് പോകുന്നില്ല. നമ്മൾ ഇന്നൊരു വായിച്ച തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യം ചിന്തിക്കുക. എന്തായാലും അവിടെ 8:5 പറയുക, കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കത്തില്ല. സ്തോത്രം. ദൈവത്തിന്റെ കൽപ്പന ആര് പ്രമാണിക്കും, ആരനുസരിക്കും, അവർക്ക് ഒരു ദോഷവും വരികയില്ല. സ്തോത്രം. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. നമ്മെ അനുഗ്രഹിക്കുന്ന, പരിപാലിക്കുന്ന, ദോഷം ഏശാതെ കാക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ആ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്.
മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശമുള്ള പാദമുള്ളവനായി, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്ക ധരിച്ച് നടകൊള്ളുന്ന നസ്രായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഉള്ളതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാ. അവിടുന്ന് ധന്യനാകുന്ന ഏകാധിപതിയാ, താൻ മാത്രമർദ്ധിതയുള്ളവനാ, ആ മനുഷ്യരാരും കാണാനും കാണാൻ പാടില്ലാത്തവനുമാ. അവിടുന്ന് അനാദിയായും ശാശ്വതമായും നമ്മുടെ ദൈവമാ. ഇന്ന് രാത്രി അദൃശ്യനാകുന്ന ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം നടുവിൽ ഉലാവുന്നതോർത്ത് ഈ രാത്രി വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാ. അവിടുന്ന് പറഞ്ഞല്ലോ, 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിൽ വരുമെന്ന് അരുളി ചെയ്ത നസ്രായൻ ഇന്ന് രാത്രിയും ഈ യോഗത്തിൻ്റെ നടുവിലുണ്ട്. ആമേൻ. ദൈവജനം എവിടെല്ലാം അവിടുത്തെ നാമത്തിൽ കൂടും, അവിടെയെല്ലാം നടകൊള്ളുന്നവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുമുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ആ കർത്താവിൻ്റെ സാന്നിധ്യവും കർത്താവിൻ്റെ മഹിമയും അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി കയ്യും കെട്ടി വായും പൂട്ടിയിരിക്കാതെ അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. യേശു ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ആമേൻ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നടുവിൽ നടക്കും രാജരാജൻ വരുന്നു, വേഗം വാനമേഘെ പറന്നു പോവാൻ ഒരുങ്ങി നിന്നിടാ. മാറിടാത്തവൻ സത്യവാ, ഓ മാറിടാത്തവൻ സത്യവാ. നടുവിൽ നടക്കും രാജരാജൻ വരുന്നു, വേഗം വാനമേ ഓ പറന്നു പോവാൻ ഒരുങ്ങി നിന്നിടാ. മാറിടാത്തവൻ സത്യവാൻ, മാറിടാത്തവൻ സത്യവാൻ. നിത്യജീവൻ നിത്യസേകം തന്നുവല്ലോ, നിത്യജീവൻ പകർന്നിൽ ഓ നിത്യസേകം തന്നുവല്ലോ. സ്തോത്രയാഗമർപ്പിക്കുന്നു ഞാൻ, സ്തോത്രഗാനം പാടിടുന്നു ഞാൻ. നിസ്തുലനാം യേശുവിനെ, നിർമ്മലനാം കർത്താവിനെ നന്ദിയോടെ കീർത്തിച്ചിടുന്നു. നിസ്തുലനാം യേശുവിനെ, നിർമ്മലനാം കർത്താവിനെ അറിയാവുന്നതോടെ ചേർന്ന് പാടിച്ചിടുന്നു. സ്തോത്രയാഗം അർപ്പിക്കുന്നു ഞാൻ, ഭംഗമില്ലാതോടിടുന്നു ഞാൻ. എന്റെ പാസുരമാഭാഗ്യനാടിനായി ഭംഗമില്ലാതോടിടുന്നു ഞാൻ. എന്റെ പാസുരമാഭാഗ്യനാടിനായി ഭംഗിയേറും ഭവനമതിലംഗമതായി ഇപ്പോൾ ഈ നികത്തിൽ മർത്യരല്ല നിന്നിടുമേ നിത്യഭാരത. ആമേൻ. നിന്നിടുമേ നിത്യഭാരത. നിത്യജീവൻ പകർന്നിൽ നിത്യസ്നേഹം തന്നുവല്ലോ. ആമേൻ. നിത്യജീവൻ പകർന്നിൽ നിത്യസ്നേഹം തന്നുവല്ലോ. സ്തോത്രയാഗമർപ്പിക്കുന്നു ഞാൻ, സ്തോത്രഗാനം പാടിടുന്നു ഞാൻ. നിസ്തുലനാം യേശുവിനെ, നിർമ്മലനാം കർത്താവിനെ നന്ദിയോടെ കീർത്തിച്ചിടുന്നു. നിസ്തുലനാം യേശുവിനെ, നിർമ്മലനാം കർത്താവിനെ നന്ദിയോടെ കീർത്തിച്ചിടുന്നു. നമ്മുടെ കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. അപ്പോൾ ഇന്ന് രാത്രിയിലും യേശു നമ്മുടെ നടുവിലുണ്ട്. എനിക്ക് മുന്നമേ കർത്തൃദാസൻ ഓർപ്പിച്ചു, കഴിഞ്ഞ ദിവസങ്ങളിലും മുൻപ് പ്രസംഗിച്ചവർ ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാം. ഈ സുവിശേഷമാണ് നമുക്ക് വ്യത്യാസവും ആമേൻ ശ്രേഷ്ഠതയും വരുത്തിയത്. സുവിശേഷം വന്നതുകൊണ്ട് എല്ലായിടങ്ങളിലും പറയുന്ന കാര്യമുണ്ട്, നേരും ചൊവ്വായി ജീവിക്കാനും ആമേൻ മാന്യമായിട്ട് വസ്ത്രം ധരിക്കാനും യോഗ്യമായിട്ട് നടക്കുവാനും യാതൊരു പ്രയാസം കൂടാതെ ഈ ഭൂമിയിൽ വിദ്യ അഭ്യസിക്കുവാനും ഒക്കെ ഇടയാക്കിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്.
അയിത്തമുള്ള കാലത്ത് സാധാരണക്കാർക്ക് വഴി നടക്കാൻ പാടില്ല. നിങ്ങൾക്കറിയാം. വിദ്യ അഭ്യസിക്കുവാൻ അനുവദിക്കത്തില്ല. വസ്ത്രം യോഗ്യമായിട്ട് ധരിക്കാൻ അനുവദിക്കത്തില്ല. ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ ഒരു പന്തിക്കിരിക്കുവാൻ അനുവദിക്കത്തില്ല. ആശുപത്രിയിൽ മരുന്നിന് അങ്ങ് കയറി ചെല്ലാനൊക്കത്തില്ല. ഇപ്പോഴല്ല, പണ്ട്. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ള കാലം. അതെ, ഈ കാലത്തിനെല്ലാം ഈ നശിച്ച പ്രവണതയ്ക്ക് മാറ്റം വരുത്തിയത് സുവിശേഷം വന്നത് കൊണ്ടാണ്. അപ്പോൾ എവിടെയും ഉയർത്തുവാനും പറയുവാനും ഘോഷിപ്പാനും പറ്റിയ ഒന്നേ ഉള്ളൂ, അത് സുവിശേഷം. ആ സുവിശേഷം ഇന്ന് രാത്രിയിലും കഴിഞ്ഞ ദിവസങ്ങളിലും ഇവിടെ മുഴങ്ങി കേൾക്കുവാൻ ഇടയാക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സുവിശേഷം അത് യേശുക്രിസ്തുവാണ്. എന്തുവായി സുവിശേഷം? നല്ല വാർത്ത, നല്ല വാർത്ത, ഗുഡ് ന്യൂസ്, സദ്വർത്തമാനം. അതാ സുവിശേഷം, നല്ല വാർത്ത. അതെന്താ നല്ല വാർത്ത? കേൾക്കുന്നത് മുഴുവൻ ചീത്ത വാർത്തകളാണ്. രണ്ടുപേര് തമ്മിൽ കൂടിയാലും നല്ല വാർത്ത അധികം പറയത്തില്ല. രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ കൂടിയാലും പറയും, നമ്മുടെ ശാരദയുടെ മോള് ഒരുത്തൻ്റെ കൂടെ ഓടിപ്പോയി. ഉണ്ടോ? നിങ്ങൾ പറഞ്ഞ നല്ലി പറഞ്ഞത്. അപ്പുറത്തെ ആ തള്ള അയാളെ തല്ലി. അയ്യോ, ആ സ്വന്തം ഭർത്താവിന് തുടുപ്പെടുത്ത് അടിച്ചു. തുടുപ്പെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഇവിടെ കപ്പ ഇളക്കുന്ന കപ്പ, ചീനി, ഇവിടെയും തുടുപ്പെന്ന് തന്നു. അല്ലും തലി കൊണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. മിക്കവാറും കൊണ്ട് കാണുമെന്നോ. നാം ഓരോ ദിവസവും കേൾക്കുന്ന വാർത്ത നല്ല വാർത്തകളല്ല. വളരെ ദുഃഖകരമായൊരു വാർത്ത ഉച്ചയ്ക്ക് നമ്മൾ കേട്ടു. അവിടെ യഹോവ സാക്ഷിക്കാരുടെ യോഗം അവിടെ നടക്കുമ്പോൾ നടന്ന സംഭവം അത് നല്ല വാർത്തയല്ല, വളരെ ഭീതിയാണ്. മനുഷ്യൻ അന്യോന്യം വെട്ടിക്കൊല്ലുന്നു. ജാതിയുടെ പേര് പറഞ്ഞ്, വർഗത്തിൻ്റെ പേര് പറഞ്ഞ്, വർണ്ണത്തിൻ്റെ പേര് പറഞ്ഞ്, മതത്തിൻ്റെ പേര് പറഞ്ഞ്, കുലമഹിമയുടെ പേര് പറഞ്ഞ് എന്തെല്ലാം ദോഷമാ പ്രവർത്തിക്കുന്നേ. പേപ്പറിലൊക്കെ ചിലപ്പോൾ വാർത്ത വരും. ഇപ്പം മാധ്യമങ്ങൾ പല നിലകളിലുള്ളത് കൊണ്ട് വാർത്ത കേരളത്തിൽ അത്രമില്ല. മറ്റു സ്ഥലങ്ങളിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിച്ചതിന് പ്രശ്നം. സാധുവർഗത്തിൽപ്പെട്ടവൻ നല്ല വണ്ടി മേടിച്ചതിന് പ്രശ്നം. ചില സ്ഥലങ്ങളിൽ ചിലരെ പള്ളി കയറ്റുകയല്ല, ചിലയിടത്ത് അമ്പലത്തിൽ കയറ്റുകയല്ല. പണ്ട് കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. സാധുക്കൾക്ക് അധകൃതരാകുന്ന പ്രിയപ്പെട്ടവർക്ക് ക്ഷേത്രത്തിനകത്ത് കയറാനൊക്കത്തില്ല. വലിയ പുള്ളിക്കാര്, ബ്രാഹ്മിൺസ്, അങ്ങനെയുള്ളവര് ഏതാ ജാതിയിൽ ഉന്നതരെന്ന് അഭിമാനിക്കുന്ന അവര് ഭക്ഷണം കഴിക്കുമ്പോൾ അവിടുന്ന് അമൃതേത്ത് ഭുജിച്ചു, അങ്ങനെ പറയാവുള്ളൂ. അമൃതേത്ത് ഭുജിച്ചു. നമുക്കങ്ങനെ മിണ്ടാനൊക്കത്തില്ല. പറയാ നമ്മുടെ അപ്പുറത്തെ തങ്ക അമൃതേത്ത് ഭുജിച്ചെന്ന് പറഞ്ഞാൽ തങ്കയുടെ തല കാണുകയില്ല. തങ്ക അമൃതേത്ത് ഭുജിച്ചെന്ന് മിണ്ടാനൊക്കത്തില്ല. തങ്ക പറയണം, ഞാൻ കരിക്കാടി കുടിച്ചു. രണ്ടുപേരും ഒരേ സാധനം കഴിച്ചെങ്കിലും പ്രയോഗശൈലിയാകാം. മനസ്സിലായോ? ഇപ്പോഴും അതൊക്കെ കൊണ്ടുവരാനാ ചിലര് പരിശ്രമിക്കുന്നത്. ഇനി നടക്കുകയല്ല. സ്തോത്രം. പണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുക. ഇപ്പൊ അങ്ങനത്തെ രീതികളല്ല, വേറെ രീതിയാ. ഗുണം പിടിക്കാത്ത ഏതിലൊരുത്തം ഒരു മട്ടനെ ഞെക്കിയാൽ മതി, അന്നേരം നീ കമ്പുമായിട്ട് നടക്കുക, കറക്കിയേക്ക്. കൊച്ചുങ്ങൾ അവിടെ ഇരുന്ന് ബട്ടണെ ഞെക്കിയാൽ മതി, എൻ്റെ കമ്പും കോടാലി എല്ലാം. കാലം മാറി.
അപ്പൊ പണ്ട് കാലത്ത് ഇങ്ങനെയുള്ള ഒത്തിരി പ്രവണതകളുണ്ടായിരുന്നു. ആശാൻ പണ്ട് പാടിയോ, മറ്റുള്ളവർക്കായുടാനും നടുവാനും കറ്റ കൊയ്യാനും മേദിക്കുവാനും മറ്റുള്ളവർക്കായി. നിങ്ങൾ അവിടെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഇത് കൂടെ കൂടെ മൂടി വെച്ച് പോകുന്ന എന്തിനാ? നിങ്ങൾ രണ്ടുപേരും അവിടെ ഇരിക്കുന്ന നല്ലത്. കസാരയും കൂടെ വലിച്ചിട്ടു. മറ്റുള്ളവർക്കായി ഊഴാനും നടുവാനും കറ്റ കൊയ്യാനും മെതിക്കുവാനും. മറ്റുള്ളവർക്കായി ഊഴാനും നടുവാനും കറ്റ കൊയ്യാനും മെതിക്കുവാനും പറ്റുമീ കൂട്ടർ ഇരുകാലി മാടുകൾ മറ്റു കൃഷി പണി ചെയ്യുവാനും. പറ്റുമീ കൂട്ടർ ഇരുകാലി മാടുകൾ മറ്റു കൃഷി പണി ചെയ്യുവാനും. അക്ഷരമെന്നതറിവില്ല ചാത്തന് യക്ഷിയും പേയും ഇവർക്ക് ദൈവം. അക്ഷരമെന്നതറിവില്ല ചാത്തന് യക്ഷിയും പേയും ഇവർക്ക് ദൈവം. പാടാൻ നേരമില്ല. അപ്പം വിദ്യാഭ്യാസം ഒന്നുമില്ല, അക്ഷരമൊന്നും അറിയത്തില്ല ചാത്തന്. അതുകൊണ്ട് യക്ഷിയും പേയും എല്ലാം ദൈവമാണെന്നും പറഞ്ഞ പേയ എന്നാലും പറഞ്ഞ് ദൈവം കയറുന്നെന്നാ പറയാൻ. അപ്പൊ ഇങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇതിനെല്ലാം മാറ്റം വരുത്തിയത് ഈ സുവിശേഷം വന്നത് കൊണ്ടാണ്. അപ്പൊ എവിടെയും ഉയർത്തുവാനും പറയുവാനും കൊള്ളാവുന്ന ഒന്നേ ഉള്ളൂ, അത് സുവിശേഷം. ആ പഴയ അരാജകത്വമെല്ലാം മാറിയത് സുവിശേഷം വന്നത് കൊണ്ടാണ്. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഇന്ന് രാത്രി സുവിശേഷത്തെ ഉയർത്തണം. ഇതിനെ ആരുയർത്തും? അവര് ദൈവം ഉയർത്തും. സുവിശേഷം വന്നിടത്തെല്ലാം വ്യത്യാസം വന്നിട്ടുണ്ട്. സുവിശേഷം ഒരു വ്യക്തിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് മാറ്റം വന്നിട്ടുണ്ട്. കുടിച്ച് വെളിവില്ലാതെ പറമ്പിലും പുരകിടത്തിലും ഓടയിലും റോഡിലും ഒക്കെ കിടന്നയാള് മാനസാന്തരപ്പെട്ട് സുവിശേഷം ഏറ്റെടുത്തു, മട്ടുമാറി. നിങ്ങളുടെ ഇടയിൽ തന്നെ എത്രയോ തെളിവുണ്ട്. അലോക്യവും അടിപിടിയും ബഹളവും മെച്ച കഞ്ഞി പോലും കുടിക്കുവാൻ കഴിവില്ലാതെ എന്നും അലോക്യമായി കിടന്ന ചില കുടുംബങ്ങൾ. പക്ഷെ ആ കുടുംബത്തിൽ സുവിശേഷം എത്തി, ആ കുടുംബത്തിന്റെ മുഖഛായ മാറി. സ്തോത്രം. വളരെ എപ്പോഴും പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഭീകര അന്തരീക്ഷമുള്ള ചില ഏരിയകളുണ്ട്. ആ ഏരിയയിലോട്ട് ഓട്ടോ വിളിച്ചാൽ പോലും വരികയല്ല. നമ്മൾ പറയാ സ്തോത്രം, ഓട്ടോക്കാരനോട് പറയാ അങ്ങോട്ടൊന്ന്, അവൻ എവിടാ പോന്നത്? ഇല്ല ഇന്നടത്തോട്ടോ. അല്ല എവിടാ? അത് പൊതുവെ പറയുന്നതിന് കുഴപ്പമുണ്ടോ? പുള്ളി പറയുന്നത് അങ്ങനെ പറയുള്ളൂ. അല്ല, അദ്ദേഹം പറഞ്ഞത് പണ്ട് ചെങ്കൽച്ചൂളയിലോട്ട് വണ്ടി വിളിച്ചാൽ വരികയല്ലെന്ന. ഇപ്പോഴോ? ഇപ്പൊ ആരും വരും. കാരണം സുവിശേഷം അവിടെ ചെന്നു. അതാ സുവിശേഷം ചെന്നത് കൊണ്ട് അവിടെ അനേക സുവിശേഷകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. പണ്ട് അങ്ങോട്ട് കയറുകയല്ലായിരുന്നു. അങ്ങനെ മിക്കതും സ്ഥലങ്ങളുണ്ട്. ഞങ്ങളുടെ ആ ഏരിയയിലുണ്ടായിരുന്നു പണ്ട് ചുമത്ര, കോട്ടാലി. അങ്ങ് കോട്ടാലി ഒരു തള്ളയുണ്ട്. ഇപ്പോഴല്ല, പണ്ട് ഓട്ടോക്കാരോട് പറയാം അതിന് വല്ല ഇന്ന് എവിടോട്ടാ? കോട്ടാല്. സമയം എന്നായി? 12:30. 12:30 എൻ്റെ ഓട്ടോ കോട്ടാലിക്ക്. അങ്ങനെയുള്ള ഏരിയകളുണ്ടായിരുന്നു. പക്ഷെ ആ ഏരിയയിലൊക്കെ ഇപ്പൊ രാത്രിയെന്നോ പകലെന്നോ ഒന്നും ആ വ്യത്യാസം കൂടാതെ ഏത് സമയത്തും ഈ പുസ്തകം എടുത്തുകൊണ്ട് നടക്കാം. അത് ഈ സുവിശേഷം വന്നത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് പണ്ട് ഒരാളുണ്ടായിരുന്നു, ചെന്നാമറ്റം കുഞ്ഞുമോൻ.
അല്ല പാമ്പാടി അടുത്ത ചെന്നാമറ്റം. കുഞ്ഞുവാൻ ചാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു മുക്കിന് നിൽക്കുകയാണ്. പറയോ കുഞ്ഞുവാനുണ്ടത് പോണ്ടെന്ന്, അങ്ങോട്ട് പോകണ്ട, നമുക്ക് വേറെ വഴി കൂടെ. കുഞ്ഞുവാൻ അങ്ങനെ ആയിരുന്നു. പേരൊക്കെ കുഞ്ഞുവാൻ എന്നാന്തേലും പക്ഷെ അദ്ദേഹം യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അതോടുകൂടി അദ്ദേഹത്തിനും കുടുംബത്തിനും ആ ദേശത്തിനും വ്യത്യാസം വന്നു. അങ്ങനെ ധാരാളം ആൾക്കാരെ പറ്റിയും ദേശത്തെ പറ്റിയും പറയാനുണ്ട്. ഞാനിപ്പോൾ ഓർമ്മയിൽ വന്ന 2 കാര്യം ഓർപ്പിച്ചെന്നേ ഉള്ളൂ. ഈ സുവിശേഷം എവിടെ ചെന്ന്, ഏത് ദേശത്ത് ചെന്നോ ദേശത്തിൻ്റെ മുഖച്ഛായ മാറിയിട്ടുണ്ട്. ഏത് രാജ്യത്ത് ഈ സുവിശേഷം എത്തി, ആ രാജ്യത്തിൻ്റെ മട്ട് മാറി. ജീവിതങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ, കുടുംബത്തിന് വ്യത്യാസങ്ങൾ വരുത്തുവാൻ, സമൂഹത്തിന് മാറ്റം വരുത്തുവാൻ, രാജ്യങ്ങൾക്കും രാഷ്ട്രങ്ങൾക്കും മാറ്റം വരുത്തുവാൻ കഴിവുള്ള ഒന്നേ ഉള്ളൂ. അത് ഈ സത്യസുവിശേഷമാണ്. ഇത് മാത്രമാണ്. ഇത് ചെന്നിടത്തെല്ലാം അനുഗ്രഹവും വിടുതലുമാണ്. ഇത് വിശ്വസിച്ചവർക്കെല്ലാം അനുഗ്രഹവും വിടുതലുമാണ്. വന്നു കയറിയ ദേശത്തിനും ചെന്ന് കയറിയ കുടുംബത്തിനും ഇത് എടുത്തവർക്ക് ആർക്കും ഒരു ദോഷം വന്നിട്ടില്ല. അവരെയും അവരുടെ കുടുംബത്തെയും ദൈവം ഉയർത്തി. യോഗ്യമേ ഇതു നമുക്കതി ഭാഗ്യമേ, രക്ഷിതാവിന്റെ ഭാഗ്യമേ, സ്വർലോകരോടൈക്യമേ, യേശുരാജന്റെ സുവിശേഷ കൊടി കോശത്തോടുയർത്തിയിടണം. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അത് ബഹു സന്തോഷമേ. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അത് ബഹു സന്തോഷമേ. ഇടിക്കണം പേയിൻ കോട്ട നാം ഇടിക്കണം, ജാതി ഭേദങ്ങൾ മൂടിക്കണം, സ്നേഹത്തിൻ കൊടി പിടിക്കണം, യേശുരാജന്റെ സുവിശേഷ കൊടി ഘോഷത്തോടുയർത്തിയിടണം. വേഗം ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അത് ബഹു സന്തോഷമേ. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കും, അത് ബഹു സന്തോഷമേ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത. ഈ സുവിശേഷം വന്നിടത്തെല്ലാം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്ന് രാത്രിയിലും ഇവിടെ സുവിശേഷം പ്രസംഗിക്കുന്നത് ഈ അടുത്തുള്ള ഭവനങ്ങൾക്കും കേൾക്കുന്നവർക്കും ഈ ദേശത്തിനും അത് അനുഗ്രഹവും വിടുതലുമാണെന്ന് പറയുന്നതിൽ യാതൊരു തർക്കവുമില്ല. ദേശത്തിന്റെ അന്ധകാരം മാറ്റുന്നത് ആ സുവിശേഷം. നിന്റെ കുടുംബത്തിന്റെ അന്ധത മാറ്റുന്നത് ആ സുവിശേഷം. നിന്റെ ജീവിതത്തിന്റെ ഇരുട്ട് മാറ്റിത്തരുന്നത് ആ സുവിശേഷം. പ്രകാശപൂരിതമാക്കി തീർക്കുവാൻ കഴിവുള്ളതാണ് സുവിശേഷം. ആ സുവിശേഷം യേശു എന്താ യേശു പറഞ്ഞ് ഞാൻ തന്നെ വെളിച്ചം. അതുകൊണ്ട് യേശുവിന് ആരും മെഴുകുതിരി കൊണ്ടുപോകണ്ട. യേശുവെ നീ ഇരുട്ടത്തിരിക്കുക. അതുകൊണ്ട് 50 പൈസയുടെ 2 തിരികൊണ്ട് പൊട്ട യേശു ആ വെളിച്ചം. നിന്റെ 2 തിരിയൊന്നും യേശുവിന് വേണ്ട. യേശുവെ നിനക്ക് മണക്കട്ടെ 2. യേശുവിന് സാമ്പ്രാണിയൊന്നും വേണ്ട. അവിടുന്ന് ഷാരോനിലെ പന്നീർ പുഷ്പമാണ്. സ്തോത്രം. ആ സുഗന്ധ തടങ്ങളല്ലേ. എന്തോ അവിടുത്തെ നാമം തന്നെ അയ്യോ എന്തോ 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 പരിമള നാമമാണ്. എന്തായാലും നീ 2 സാമ്പ്രാണിയായിട്ട് യേശുവിനെ മണപ്പിക്കാൻ. എൻ്റെ പോട്ട ഇനി എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാകുന്നത്? യേശുവിന് നിന്റെ സാമ്പ്രാണി വേണ്ട. യേശുവിന് ഇതൊന്നും ആവശ്യമില്ല. യേശുവിന് ആവശ്യം നിന്നെ. നിന്റെ അരി യേശുവിന് വേണ്ട. യേശു കഞ്ഞി വെക്കാതെ കിടക്കുമൊന്നുമല്ല. യേശു എന്നാൽ ഇച്ചിരി പിടിയരി. യേശുവിന് ഇതൊന്നും ആവശ്യമില്ല.
യേശുവിന് കോഴി ആവശ്യമില്ല, താറാവിന് ആവശ്യമില്ല, കന്നാലിയൊന്നും യേശുവിന് ആവശ്യം നിന്നെയാണ്. ഇന്ന് രാത്രി നീ ഒന്ന് സമർപ്പിക്കണം. എൻ്റെ യേശുവേ, എന്നെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, എൻ്റെ ഉള്ളത്തിലേക്ക് വരണം, എന്നെ രക്ഷിക്കണം. ആര് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. മനുഷ്യനായ ജാതിയും മതവും വർഗവും മരണമൊക്കെ ഉണ്ടാക്കിയത് കർത്താവിന് ഇതൊന്നും വിഷയമല്ല. ഏത് വിഭാഗത്തിൽപ്പെട്ടവനെയും യേശു സ്നേഹിക്കും. കാരണം യേശു ക്രിസ്തു മുഴു ലോകത്തിൻ്റെയും ദൈവമാണ്. ഒരു വിഭാഗത്തിൻ്റെ ദൈവമല്ല, അവിടുന്ന് മുഴു ലോകത്തിൻ്റെയും ദൈവമാണ്. ഇന്ന് രാത്രി സർവജ്ഞനായ ദൈവം നമ്മുടെ നടുവിലുണ്ട്. ആ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്നെ സമർപ്പിക്കുക, ദൈവം നിന്നെ രക്ഷിക്കും. സ്തോത്രം. അപ്പം ഇങ്ങനെ പോയാൽ ഞാൻ ആ നിലയിൽ അങ്ങ് പോകുമ്പോൾ അതുകൊണ്ട് എടുത്ത വാക്യത്തോട് കൂറ് പുലർത്തണമല്ലോ. ദൈവത്തിന് മഹത്വം. ഇവിടെ വായിക്കുന്നത് കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കത്തില്ല. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കാൻ ആര് സമർപ്പിക്കും, ആര് കൽപ്പന പ്രമാണിക്കാൻ തീരുമാനമെടുക്കും, ഈ കൽപ്പനകൾ ആര് പ്രമാണിക്കും, അവർക്കും അവരുടെ കുടുംബത്തിനും അവർക്കും ഒരു ദോഷവും വരികയില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ചിന്തിക്കാം. ആ കൽപ്പന പ്രമാണിച്ചാൽ എന്തൊക്കെ ഗുണമുണ്ടാകുമെന്ന്. ദൈവത്തിന് മഹത്വം. എന്തൊക്കെയാ കൽപ്പനകൾ? പ്രമാണിക്കേണ്ട കൽപ്പനകൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേദപുസ്തകം പരിചയമുള്ളവരുണ്ടല്ലോ എന്നെ കേൾക്കുന്നത്. ദൈവത്തിൻ്റെ ജനമാകുന്ന ഇസ്രായേല് ഏതാണ്ട് ദീർഘവർഷങ്ങൾ മിസ്രയീമിൽ അടിമകളായിട്ട് ഇവർ പാർത്തു. ഇവരെ മിസ്രയീമിനെ വളരെ പീഡിപ്പിച്ചു. ഇഷ്ടികയുടെ എണ്ണം കൂട്ടി വൈക്കോല് കൊടുക്കാനായി അടിമവേല കഠിനമായിട്ട് ഇവരെ ചെയ്യിപ്പിച്ച് ഊഴിയ വിചാരകന്മാർ ഇവരെ വല്ലാതെ പീഡിപ്പിച്ച് ദണ്ഡിപ്പിച്ചു. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ ഒരു പദമുണ്ട്, അവർ ഇവരുടെ ജീവനെ കൈപ്പാക്കി. ആ കൈപ്പേറിയ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഇവർ ദൈവത്തോട് നിലവിളിച്ചു, പ്രാർത്ഥിച്ചു, കരഞ്ഞു. ദൈവം ഇവരുടെ കഷ്ടത കണ്ടു. ഇവരുടെ നിലവിളി ആമേൻ സ്വർഗത്തിലെ ദൈവം കേട്ടു. ഇവരെ ഉദ്ധരിക്കുവാൻ ദൈവത്തിന് തിരുവുള്ളമുണ്ടായി. ഉദ്ധാരകനായിട്ട് ദൈവം മോശയെ തിരഞ്ഞെടുത്തു. ആ മോശെ മുഖാന്തരം ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കുക. ഈ പുറപ്പെടുവിക്കുവാൻ വേണ്ടി പ്രാരംഭത്തിൽ 9 ബാധ അയച്ചിട്ടും ഫറവോന് മാനസാന്തരമില്ല. ഇത് വേറെ പുസ്തകം പഠിക്കുന്നവർക്ക് ഞാൻ പറയുന്ന കാര്യം പെട്ടെന്ന് ബോധ്യപ്പെടും. 9 ബാധ വിട്ടിട്ടും ഫറവോന് മാനസാന്തരമില്ല. അപ്പോൾ ഒടുവിൽ ഒരു കൽപ്പന ദൈവം കൊടുത്തു. ആ കൽപ്പന 10ാമത്തെ ബാധ സംഹാരബാധയാണ്. ഈ ബാധ കടന്നു വരും. ആ ബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ കർക്കശമായ ഒരു കൽപ്പന കൊടുത്തു. ആ കൽപ്പന ഇപ്രകാരമാണ്. ശ്രദ്ധിക്കണം, നിങ്ങൾ വീടൊന്നിനെ ഒരാട്ടിൻകുട്ടിയെ വേർതിരിക്കണം. ആ ആട്ടിൻകുട്ടിക്ക് യോഗ്യതയുണ്ട്. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും ആണുമായിരിക്കണം. അത് കോലാടോ ചെമ്മരിയാടോ ആകാം. ഈ ആട്ടിൻകുട്ടിയെ വേർതിരിച്ച് 10-ാം തീയതി വേർതിരിച്ച് 14-ാം തീയതി സന്ധ്യാസമയത്ത് ഈ ആട്ടിൻകുട്ടിയെ അറുത്ത് അതിൻ്റെ രക്തം ഒരു കിണ്ണത്തിനകത്തെടുത്ത് ഈ സോപ്പ് ചെടിയുടെ കെട്ട് ഈ കിണ്ണത്തിൽ മുക്കി അവർ പാർക്കുന്ന വീടിന്റെ കട്ടിളക്കാർ 2ലും കുറുമ്പടി മേലിലും പുരട്ടണം, തളിക്കണം. അന്ന് രാത്രി ആ കുഞ്ഞാടിനെ തീയിൽ ചുട്ട് കയ്പ് ചീരിയോടുകൂടെ ഭക്ഷിക്കണം. കാലിൽ ചെരുപ്പിട്ട് കയ്യിൽ വടി പിടിച്ച് അരമുറക്കി തീയിൽ ചുട്ട് തിടുക്കത്തോടെ കയ്പ് ചീരയും പുളിപ്പില്ലാത്ത അപ്പവും കൂടെ കൂട്ടിപ്പിടിച്ച് ഈ ചുട്ട മാംസം ഇവര് ഭക്ഷിക്കണം. എന്നിട്ട് അർദ്ധരാത്രിയിൽ ആരും പുറത്തിറങ്ങരുത്. ഇതാ കൽപ്പന. സഭാപ്രസംഗികയുടെ പുസ്തകത്തിൽ വായിച്ചത് കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കുകയല്ല. കൽപ്പന പ്രമാണിച്ചില്ലെങ്കിലോ ദോഷം സംഭവിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇസ്രായേൽ മക്കള് ഈ കൽപ്പന അക്ഷരം പ്രതി അവരനുസരിച്ചു. അതാണ് പുറപ്പാട് പുസ്തകം വായിച്ചേ 12-ാം അധ്യായത്തിന്റെ 1 മുതൽ ആട്ടിൻകുട്ടിയെ വേർതിരിക്കുന്നതും ആട്ടിൻകുട്ടിയുടെ യോഗ്യതയും അതിന്റെ ക്രമീകരണങ്ങളാണ് പുറപ്പാട് 12-ന്റെ 1 മുതൽ. വായിച്ചാട്ട മോനെ മൈക്ക് കൂടെ.
യഹോവ മോശയോടും അഹരോനോടും മിസ്രയീം ദേശത്ത് വെച്ച് അരുളി ചെയ്തതെന്തെന്നാൽ ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി. അപ്പൊ ശ്രദ്ധിക്കുക, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായിരിക്കണം, ആണ്ടിൽ 1-ാം മാസമായിരിക്കണം. നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ, ഇസ്രായേൽ മക്കളുടെ സർവ്വസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരാട്ടിൻകുട്ടി വീതം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ മാസം 10-ാം തീയതി കൽപ്പനയാ. കൽപ്പന പ്രമാണിക്കുന്നവന് ദോഷവും സംഭവിക്കുകയല്ല. കൽപ്പന ഈ മാസം അതത് കുടുംബത്തിന് ഒരാട്ടിൻകുട്ടി ഓരോ വീട്ടുകാരും ഓരോ ആട്ടിൻകുട്ടിയെ വേർതിരിക്കണം. ഓരോരുത്തരും ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ഓരോരുത്തര് ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ഒരു കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വെച്ച് ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ അത് എല്ലാ ഭാഗവും എടുക്കുന്നില്ല. ആ വീടൊന്നിനൊരു ആട്ടിൻകുട്ടി. ഈ ആട്ടിൻകുട്ടിക്ക് യോഗ്യതയുണ്ട്. എന്താ അതിന്റെ യോഗ്യത? 5-ാമത്തെ വാക്യം വായിച്ചേ മോനെ. കാണുന്ന ആടിനെയെല്ലാം പിടിച്ച് മാറ്റി നിർത്തരുത്, കാണുന്ന ആടിനെയെല്ലാം കണ്ടിക്കരുത്, കണ്ണി കണ്ട ആടിനെയെല്ലാം പിടിച്ച് കണ്ടിക്കരുത്. കണ്ടിക്കണ്ട ആടിന്റെ യോഗ്യതയാണ് 12-5. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. ഈ ആട്ടുകുട്ടി ആരാ? ഒറ്റ വാക്ക് പറഞ്ഞാൽ ഇത് യേശു ക്രിസ്തുവിന് നിഴലാ. അതല്ലേ കടന്നു പോകുന്ന ക്രിസ്തുവിനെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ പറഞ്ഞത്, ആണ്ട പോകുന്നു ആമ സാക്ഷാൽ ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യവും 1-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യവും ആമേൻ വായിച്ച് സഹായിച്ചാട്ടെ. പിറ്റന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. 35-ാം വാക്യം കൂടെ വായിക്കാം. പിറ്റന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാണ് ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പോൾ ഈ കുഞ്ഞാട് ആരാണെന്ന് ചോദിച്ചാൽ അത് കർത്താവാകുന്ന യേശു ക്രിസ്തുവിന് നിഴല. പുറപ്പാട് 12-ൽ വേർതിരിക്കപ്പെട്ട കുഞ്ഞാട് യേശു ക്രിസ്തുവിന് നിഴലായിട്ട് നിൽക്കുക. എന്താ നിഴലാന്ന് പറയാൻ ഒരു കാര്യം അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയായിരിക്കണം. ഊനമില്ലാത്ത ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു ക്രിസ്തു. പാപമില്ലാത്ത ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു ക്രിസ്തു. പാപം ചെയ്യാത്ത ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു ക്രിസ്തു. പാപമേശാത്ത ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു ക്രിസ്തു. അവിടുത്തെ പാപമില്ല, പാപം ചെയ്തിട്ടില്ല, പാപം തീണ്ടിയിട്ടില്ല, പാപമില്ലാത്ത പാപമേശാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. പല കോടതി മാറി മാറി വിസ്തരിച്ചിട്ടും യേശുവിൽ ഒരു കുറ്റവും കണ്ടില്ല. സ്തോത്രം. യൂദ വരെ പറഞ്ഞു അവനെ നാശപുത്രനാ. എന്നാലും അവൻ ഒടുവിൽ പറഞ്ഞു, അയ്യോ കുറ്റമില്ലാത്ത രക്തത്തെ. 27-2 വായിച്ചേ മോനെ മത്തായി. അവനെ ബന്ധിച്ചു കൊണ്ടുപോയി നാടുവാഴിയായ പീലോത്തോസിനെ ഏൽപ്പിച്ചു. അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ട് അനുദപിച്ചു. അവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ട് അനുദപിച്ച് ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കി കൊണ്ടുവന്നു. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. കണ്ടോ, യൂദ പറയുക കുറ്റമില്ലാത്ത രക്തം എന്ന് പറഞ്ഞാൽ യേശുവിൽ ഒരു കുറ്റവുമില്ലെന്ന് യൂദ സാക്ഷ്യപ്പെടുത്തുക. യാതൊരു കുറ്റവും യേശുവിൽ കണ്ടില്ല. കുറ്റമില്ലാത്ത രക്തം. യേശു പരിശുദ്ധനാണ്. മഹാപുരോഹിതന്മാരും ഒവണ്ണം തന്നെ പറഞ്ഞത്, അവനിൽ ഇത് പരിശുദ്ധ രക്തമാണ്, അതിന്റെ കാശാണ്. അവനോട് പറഞ്ഞു നീ കൊണ്ടുപോകാൻ പറഞ്ഞു. അവൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. മഹാപുരോഹിതൻ പറഞ്ഞു തന്ന് ഞങ്ങൾക്കും വേണ്ട. അത് വലിച്ച് അങ്ങോട്ട് എറിഞ്ഞു. പിന്നെ അതെല്ലാം കൂടെ എടുത്ത് ഗതികേട് പിടിച്ചവനെ എല്ലാം കൂടെ അടക്കാൻ സ്ഥലവും വാങ്ങി. രക്തനിലം അക്കൽദാമ ആട്ടെ. ചുരുക്കി പറഞ്ഞാൽ മഹാപുരോഹിതനും ഒടുവിൽ പറഞ്ഞ് കുറ്റമില്ലാത്തവനാ. പീലാത്തോസിന്റെ ഭാര്യയ്ക്ക് രാത്രി ദർശനമുണ്ടായി. ആ സ്ത്രീയും വന്ന് പറഞ്ഞു, പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ എല്ലാ കേസിനകത്ത് ഇടപെടുന്നത് പോലെ ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്.
ആ തള്ളക്ക് എത്രയും ബോധം ഉണ്ടായിരുന്നു. സ്തോത്രം. നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. അതിനകത്ത് ഒരു ചിന്ത പറയാം, സഹോദരിമാരോട് പറയാം. ഭർത്താവ് അനീതിക്കും നീതിക്ക് നിരക്കാത്തതിനും അന്യായത്തിന് പോകുമ്പോൾ അതിന് ഏല ഇട്ട് കൊടുക്കരുത്. മനസ്സിലായോ? ഭർത്താവ് മറ്റൊരുത്തനെ ചതിച്ച് വഞ്ചിച്ച് ഉപദ്രവിച്ച് പീഡിപ്പിച്ച് അവൻ മറ്റ് നിലകളിൽ എന്തെങ്കിലും വീട്ടിൽ കൊണ്ടുവന്നാൽ മേടിക്കരുത്, വീട്ടിൽ കയറ്റിക്കരുത്. ഭാര്യ പറഞ്ഞു കൊടുക്കണം, ചായ പട്ടിണിയാണ് പട്ടിണി, പക്ഷേ ഇത് കൊണ്ടുവന്നാൽ നമുക്കും നമ്മുടെ സന്തതിക്കും ശുഭമാകുകയല്ല. ഇത് അങ്ങനല്ല, നിങ്ങൾ കുറച്ചുകൂടെ കൊണ്ടുവരാൻ മേലായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിവില്ലെന്നുള്ള കാര്യം എനിക്ക് അതാ ഉണ്ടോ. നീതിക്ക് നിരക്കാത്ത, ന്യായമല്ലാത്ത, അർഹതപ്പെടാത്ത, പ്രമാണത്തിന് നിരക്കാത്ത കാര്യത്തിൽ ഇടപെടുകയോ പോകുകയോ പറയുകയോ പ്രവർത്തിക്കുകയോ അത് മുഖാന്തരം എന്തെങ്കിലും നന്മ, ഭൗതിക നന്മ കൊണ്ടുവന്നാൽ നിങ്ങളതിന് ഒത്താശ പറയരുത്. അത് പറഞ്ഞ് മനസ്സിലാക്കണം. ചിലപ്പം ബോധം കാണുകയില്ല, ഇവിടെ ഒക്കത്തില്ല, ഞാൻ ചെയ്യത്തുമില്ലെന്ന് പറയണം. അതിന് കാരണം കൂടെ പറയണം. നമുക്ക് നമ്മുടെ സന്തതിക്കും ശാപം വരുത്തി വെക്കരുത്. സ്തോത്രം. പീലാത്തോസിന്റെ ഭാര്യയ്ക്ക് അത്രയും വെളിവുണ്ടായിരുന്നു. അവൾ പറഞ്ഞ് എല്ലാവരുടെയും കേസിൽ ഇടപെടും പോലെ നിങ്ങൾ ആ നീതിമാന്റെ കേസിൽ. ഒടുവിൽ അങ്ങേർക്കും വെളിവുണ്ടായി. മാറി മാറി വിസ്തരിച്ചിട്ടും ഒരു കുറ്റവും കണ്ടില്ല. ഒടുവിൽ പുള്ളി വെള്ളമെടുത്ത് കൈ കഴുകിച്ച് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. സ്തോത്രം. ആ ക്രൂശിൽ കിടന്ന ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ അവനും പറഞ്ഞു, നമ്മൾ തെറ്റ് ചെയ്തത് കൊണ്ടാ ഈ ക്രൂശയിൽ ഇങ്ങനെ കിടക്കുന്നത്. ഈ നീതിമാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഉണ്ടോ? ക്രൂശിൽ കിടന്നവനും സാക്ഷിച്ചു യേശു വിശുദ്ധനാന്നുള്ളതാണ്. നമ്മുടെ കർത്താവിന്റെ തിരുമരണ സമയത്ത് ആ പാറ പിളർന്നു, ഈ ഭൂമിയെല്ലാം ഇളകി, കല്ലറകൾ തുറന്ന് മരിച്ചവർ ഉയർത്ത് ചിലർക്ക് പ്രത്യക്ഷപ്പെട്ടു. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ഇടിമുഴങ്ങി, ഭൂകമ്പമുണ്ടായി, ദൈവാലയത്തിലെ തിരശീല മുകളിൽ നിന്ന് താഴോട്ട് ചീന്തി. ഈ അന്തരീക്ഷവും ഈ കാര്യങ്ങൾ, ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ശതാധിപൻ ഇതെല്ലാം കൂടെ കണ്ടിട്ട് പറയുക, അയ്യോ, വാസ്തവമായിട്ട് അവൻ നീതിമാനായിരുന്നു. സ്തോത്രം. പറപിളർന്നു, പാനിളകന്നു, പാപന മൃദുരുയിരാർന്നുക. പാറ പിളർന്നു, പാരിളകന്നു, പാപന മൃദുരുയിരാർന്നുക. കീറുകയായി തിരുചീലയും തൻ മൃതി നേരം സൂര്യനിരുണ്ടുപോയി. കീറുകയായി തിരുശീലയും തൻ മൃതി നേരം സൂര്യനിരുണ്ടുപോയി. മൃതിയെ വെന്നവൻ ഉയർത്തെഴുന്നേറ്റു, ഇതിനെതിരാരിൻ നോദിടും. മൃതിയെ വെന്നവൻ ഉയർത്തെഴുന്നേറ്റു, ഇതിനെതിരാരിൻ നോദിടും. ഹൃദിബോധം ലഭമുള്ളോരല്ല അടിപണിയും തൻ സന്നിധോ. ഹൃദിബോധം ലഭമുള്ളോരല്ല അടിപണിയും തൻ സന്നിധോ. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമാസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമാസ്തുലം. കല്ലുക്ഷതലേശം കാണുന്നില്ലി മനുജനിലം മുറ ചെയ്തുതാൻ. കല്ലുക്ഷതലേശം കാണുന്നില്ലി മനുജനിലം മുറ ചെയ്തുതാൻ. മരണമതിൻ വിധിയെഴുതിയ ദിവനെ പ്രതിമാത്രം ഭൂവിയൽപുതോ. മരണമതിൽ വിധിയെഴുതിയ ദിവനെ പ്രതിമാത്രം ഭൂവിയൽപുതമോ. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമാസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമാസ്തുലം. ഈ
മകനായി ഉത്തമനാകും ഒരുത്തനെ ഉലകിൽ കാണുമോ? ഇത്ര മകനായി ഉത്തമനാകും ഒരുത്തനെ ഉലകിൽ കാണുമോ? കരമുയർത്തി ഹല്ലേലൂയ പാടിയാട്ടെ. ഇതുപോലെ ശ്രേഷ്ഠനായ അവൻ മഹിമയുള്ള മഹത്വമുള്ള ഉന്നതനാകുന്ന ഒരുവൻ ഇല്ല. യേശു ഊനമില്ലാത്തവനാ. ആമൻ. പല കോടതി പിന്നെ മൂട് കാണുന്നു അല്ലേ, ഇനിയുണ്ടെന്ന്. ഇനിയിപ്പോ ആശീർവാദം കഴിയാതെ മൂടണ്ട. അപ്പൊ ശ്രദ്ധിക്കുക, ഇതുപോലെ ശ്രേഷ്ഠനാകുന്ന യോഗ്യനാകുന്ന ഉന്നതനാകുന്ന മഹിമയുള്ള ഒരുവനില്ല. അതാ ആട്ടുകുട്ടി ഊനമില്ലാത്തതായിരിക്കണം. യാതൊരു കളങ്കവും യേശുവിനില്ല. ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. യേശുവിൻ്റെ ജീവിതം നിങ്ങൾ പഠിച്ചു, ഒരു കുഴപ്പമില്ല. യേശു എല്ലായിടത്തും പോകുമായിരുന്നു. ചുങ്കക്കാരൻ്റെ വീട്ടിലും യേശു പോയി. യേശുവിനുണ്ടെങ്കിൽ എല്ലാവരും മരികയും ചെയ്യുമായിരുന്നു. ചുങ്കക്കാരൻ പറഞ്ഞ് ഇന്ന് വീട്ടിൽ അത്താഴം ഉണ്ടെന്ന് പറഞ്ഞു. ഓ ആയിക്കോട്ടെ. അന്നേരം അവിടെ വന്നവരും പല ആൾക്കാരാ. അപ്പം മറ്റവരെല്ലാം കൂടെ മാറെന്ന് പറഞ്ഞ് ഇവനെ ശരിയല്ല. അതെന്നാ ഇവൻ്റെ കൂടെ കൂടി നടക്കുന്നവരാരാന്നെന്ന് ഇവന് സ്തോത്രം. ചുങ്കക്കാരും വഴിവിട്ടവരും വേശ്യമാരും ആമേ ധാർമ്മിക അധപ്പതനമുള്ളവരൊക്കെ ഇവൻ്റെ കൂടെ. സ്തോത്രം. അതുകൊണ്ട് ഇവനും ശരിയല്ലെന്നാ അവർ പറഞ്ഞു വെച്ചത്. യേശുവിൻ്റെ വിശേഷത, യേശു ചുങ്കക്കാരൻ്റെ കൂടെ കൂടി പിറ്റേ ദിവസം യേശു ചുങ്കം പിരിക്കാനെങ്ങും വരുന്നെന്നില്ല. അല്ല യേശു നമ്മളെ യേശു നേരത്തെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പം ആ ചുങ്കക്കാരൻ മത്തായിയുടെ കൂടെ കൂടി ഇപ്പം ഇന്നലെ മുതൽ പുള്ളിയും ചുങ്കം പിരിക്കാൻ ഇല്ലില്ല. ചുങ്കക്കാരൻ മാനസാന്തരപ്പെട്ടെന്നുള്ളതാണ്. അതാ യേശു. സ്തോത്രം. സക്കായി അങ്ങനെ ആയിരുന്നല്ലോ. സക്കായിയോട് പറഞ്ഞു ആ അത്തിമരത്തിൻ്റെ ചോട്ട് വന്ന് പറഞ്ഞ് ഉരുണ്ട് വീഴാതെ ആയിട്ട് വരാൻ പറഞ്ഞു. ഉരുണ്ട് വീഴാന്നൊന്നും എഴുതിയിട്ടില്ല, ഞാനങ്ങ് പറയുക. കാരണം വെപ്പറാളത്തിന് ഓർക്കാപ്പുറത്താണ് പറഞ്ഞ അവിടെ സക്കായി അറിയുന്നുണ്ട് യേശു അവിടെ വന്ന് നിൽക്കുമെന്നും മേപ്പോട്ട് നോക്കുമെന്നും. അപ്പം പെട്ടെന്ന് ഇത് വരുമ്പോൾ പുടവൊന്ന് താഴെ വീഴാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് കർത്താവ് മിക്കവാറും പറഞ്ഞ് കാണാൻ സാധ്യത ഉണ്ട്. ആ അത്തിയുടെ ചോട്ട് വന്നു വെച്ച് പറഞ്ഞ് ഇടേ സൂക്ഷിച്ചിറങ്ങി വരണം പറഞ്ഞു. വെപ്പറാളം പിടിക്കണ്ട, ഇന്ന് രാത്രി നിൻ്റെ വീട്ടിലാന്ന് പറഞ്ഞു. മറ്റൊരു ഡേറ്റ് കൊടുത്ത ധാരാളം ആൾക്കുണ്ട്. യേശുവെ ഡിന്നർ ഞങ്ങളുടെ അവിടെ, ഇന്ന് രാത്രി ഡിന്നർ ഔറാച്ചായൻ്റെ അവിടെ. ഔറാച്ചൻ നമ്മുടെ സഭയുടെ നെടും തൂണാണ്. നാളെ ബ്രേക്ക്ഫാസ്റ്റ് ചാക്കോച്ചായൻ്റെ വീട്ടിൽ. പിന്നെ ലഞ്ചിന് ബേബിച്ചായൻ വിളിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇന്ന് രാത്രി സക്കായുടെ വീട്ടിലാന്ന് പറഞ്ഞു. അതാ യേശു. സ്തോത്രം. അവനും മാനസാന്തരപ്പെട്ടെന്നുള്ളതാണ്. സക്കായിയുടെയൊക്കെ മാനസാന്തരം നല്ല മാനസാന്തരം. അവന് യേശു വീട്ടിൽ വന്നപ്പോൾ തന്നെ അവനെ വ്യത്യാസമായി. അതാ യേശു. അവന് ഭക്ഷണമില്ല കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഗുരു ആരോടെങ്കിലും വല്ലതും ചതിവായിട്ട് വാങ്ങിച്ചുണ്ടെങ്കിൽ അവനെ തട്ടിക്കളയാന്നല്ല. അവനിരിക്കുന്നിടത്തോളം നമുക്ക് നാശം വന്ന പിന്നെ അവന് അങ്ങനല്ലേ യേശു പറഞ്ഞു. സക്കായി പറഞ്ഞ് ആരോടെങ്കിലും ചതിവായിട്ട് വല്ലതും മകനവന് 4 മടങ്ങ് തിരിച്ചു കൊടുക്കുക. അതാ മാനസാന്തരം. അപ്പൊ യേശു ചുങ്കക്കാരുമായിട്ട് ഇടപെട്ട് കഴിയുമ്പോൾ കർത്താവ് പിറ്റേന്ന് ചുങ്കം പിരിക്കുന്നവനല്ല, ചുങ്കം പിരിച്ചവൻ അതോടെ നിർത്തി. വേശ്യാസ്ത്രീയുമായിട്ട് യേശു സംഭാഷിച്ചു. ആമേ പിറ്റേന്ന് യേശുവും ആ രീതിയിലല്ല, അവള് പാപമേറ്റു പറഞ്ഞു ഉപേക്ഷിച്ചു, യേശുവിന്റെ പാദത്തിൽ വീണു. അതാ യേശു. യേശുവിനിടയ്ക്ക് ആർക്ക് വേണേലും വരാം, ഏത് സമയത്ത് വേണേലും. യേശുവിനിടയ്ക്കൽ ചിങ്ങമാസത്തിലും വരാം, കർക്കിടകത്തിലും വരാം, കന്നിമാസത്തിലും, ഏത് മാസത്തിലും യേശുവിനിടയ്ക്ക് സ്തോത്രം. തിങ്കളാഴ്ച വരാം, ചൊവ്വാഴ്ച വരാം, ഞായറാഴ്ച വരാം, ഏത് ദിവസം വേണേലും. യേശു പറയാം ഞാൻ ചൊവ്വാഴ്ച മാത്രമേ ദർശനം കൊടുക്കുകയുള്ളൂ. ഇല്ലില്ല, എപ്പോൾ വന്നാലും. രാവിലെയും വരാം, വൈകിട്ടും വരാം, പുരുഷനും വരാം, സ്ത്രീക്കും വരാം, തള്ളയ്ക്കും വരാം, കൊച്ചിനും വരാം, പിള്ളയ്ക്കും വരാം, ആർക്കും വരാം. ഒരുത്തരും തടയത്തില്ല.
വന്നവർക്കല്ല അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ പാനപീഠത്തിൽ വന്ന ആർക്കും ഒരു ദോഷം വന്നിട്ടില്ല. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും വരത്തില്ല. യേശുവിൻ്റെ അടുക്കൽ ആർക്കും ഏത് സമയത്തും വരാം. ഇന്ന് രാത്രിയിലും യേശു നിന്നെ സ്നേഹിക്കുക. മറ്റ് പല സ്ഥലങ്ങളിൽ എല്ലാവർക്കും എല്ലാ സമയത്തും എല്ലായ്പ്പോഴും എല്ലാവർക്കും ഒന്നും ചെല്ലാൻ ഒക്കത്തില്ല. ചിലരെ തൊടാൻ പോലും ഒക്കില്ല. തൊട്ട് കഴിഞ്ഞാൽ പറയും അത് സ്തോത്രം. എന്നാൽ യേശുവിനെ വന്ന് തൊട്ടൊരു സ്ത്രീ, അവൾ അന്നേരം ശുദ്ധമായെന്നുള്ളതാണ്. യേശുവിന് അശുദ്ധി ഒന്നും വന്നുമില്ല. യേശുവിൻ്റെ വിശുദ്ധി അവളുടെ ജീവിതത്തിലേക്ക് പകർന്നപ്പോൾ അവിടെ അശുദ്ധി മാറി, അവളും വിശുദ്ധയായി. അതാണ് യേശു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവൾ വെപ്രാളത്തോടാ വന്നത്. ദൈവമേ, ആരെങ്കിലും കാണുമോ, കണ്ടാ എന്തൊക്കെയാ പ്രശ്നം, എന്ത് വരട്ടെന്നും പറഞ്ഞ് അവള് വിശ്വാസത്തോടെ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങിൽ തൊട്ട് ടപ്പം നമുക്ക് സൗഖ്യവും വന്നു. പ്രൈസ് ദി ലോർഡ്. അവളെ ആൾക്കാരെല്ലാം വല്ലതൊക്കെ പറഞ്ഞ് കാണുമായിരിക്കും, ഈ തെള്ളിനിടെ നീ എന്തിനാടി കയറി യേശുവിനെ തൊട്ടത്? അതൊക്കെ ഞങ്ങൾ തൊട്ടേച്ച് പറയാം, എപ്പോൾ തൊടണം, എങ്ങനെ തൊടണം എന്നൊക്കെ. അവൾ പറഞ്ഞ ഒന്നും എനിക്ക് വിഷയമല്ല, എനിക്ക് സൗഖ്യം കിട്ടി. സ്തോത്രം. അവങ്കൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവിടെ ആ രോഗബന്ധനങ്ങൾ ആ സമയത്ത് നിന്നെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രി ആ കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. പണ്ട് ഒരാൾ പറഞ്ഞ അവൾ അവിടെ നിന്ന് പാടിയെന്നാ പറഞ്ഞത്. ആദികളൊടിച്ചെന്നെ കാക്കുന്നവൻ ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. ആദികളൊടിച്ചെന്നെ കാക്കുന്നവൻ ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. നീതി വഴിയിലെന്നെ നടത്തിക്കൊണ്ടു വരുന്നവൻ. ജീവനായകനെ മനുവേലേ ജീവനായകനെ മനുവേലേ ജീവനായകനെ മനുവേലേ അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിൽ യാതൊരു പാപമില്ല. അവിടുന്ന് പാപം ചെയ്യാത്തവനും പാപമറിയാത്തവനും പാപമേശാത്തവനും പാപം തീണ്ടാത്തവനും പാപം അമയില്ലാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. അപ്പോൾ ഈ കുഞ്ഞാട് യേശുക്രിസ്തുവിന് നിഴല. എന്തിനേറെ ആ 10-ാം തീയതി ആട്ടിൻകുട്ടിയെ വേർതിരിച്ചു. 14-ാം തീയതി സന്ധ്യാസമയത്ത് അതിനെ അറുത്ത് ആട്ടിൻകുട്ടിയുടെ രക്തം കട്ടളക്കാർ രണ്ടിലും കുറുമ്പടിമേലും പുരട്ടി ആ കൽപ്പന അക്ഷരം പ്രതി അവരനുസരിച്ചു. ശ്രദ്ധിക്കുക, കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കത്തില്ല. അർദ്ധരാത്രിയായപ്പോൾ സംഹാരദൂതൻ ആദിജാതന്മാരെ കൊന്നുകളയുവാൻ ഇറങ്ങി. എന്നാൽ അന്ന് രാത്രി കൽപ്പന പ്രമാണിച്ച് ചോരത്തല ആചരിച്ച ഒരു കുടുംബത്തിൽ പോലും ഒരു ദോഷം വന്നില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം കുഞ്ഞാടിന്റെ ചോര രക്തം അവിടെ തളിച്ചു. ഈ രക്തം യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്തിന് നിഴല. എന്താ രക്തത്തിന്റെ വിശേഷത? 1, ഇത് പുണ്യാക രക്തമാ. 2, ഇത് പാപം മോചിക്കുന്ന രക്തമാ. 3, ഇത് പരിശുദ്ധ രക്തമാ. 4, ഇത് ഗുണകരമായി സംസാരിക്കുന്ന രക്തമാ. 5, ഇത് വിലയേറിയ രക്തമാ. 6, ഇത് സൗഖ്യം വരുത്തുന്ന രക്തമാ. 7, ഇത് സമാധാനം തരുന്ന രക്തമാ. 8, നിനക്ക് ജയം തരുന്ന രക്തമാ. 9, നിന്നെ ആരാധിക്കാൻ യോഗ്യരാക്കി തീർത്ത രക്തമാ. 10, ഇത് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം. 11, ആട്ടുകൊറ്റന്മാരുടെ കാളക്കിടാക്കളുടെ രക്തവും മലിനപ്പെട്ടമേ തളിക്കുന്ന പശുഭസ്മം ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം.
ഈ രക്തമെടുത്ത് ചോരത്തളി ആചരിച്ചാൽ ഒരു ദോഷവും വരികയല്ല. ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്തിൽ ജയമുണ്ട്. യേശുവിന്റെ രക്തത്താൽ നിന്റെ പാപം മോചിക്കും. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നിന്നെ ശുദ്ധീകരിക്കും. തീർത്തു പറയാൻ കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാരങ്ങൾ കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ മാമൂലുകൾ കൊണ്ടോ പിന്തുടർച്ച കൊണ്ട് മനുഷ്യന്റെ പാപം പരിഹരിക്കത്തില്ല. പാപം പരിഹരിക്കുന്നത് യേശുവിന്റെ പരിശുദ്ധ രക്തത്താലാ. ഇന്ന് രാത്രി ആ കുഞ്ഞാടിന്റെ രക്തത്താൽ നീ പാപക്കര പാപക്കരക്ക് അഴുകി ഇന്ന് രാത്രി ശുദ്ധീകരണം പ്രാപിക്കുക. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നിന്നെ ശുദ്ധീകരിക്കുക. നിന്റെ അകൃത്യങ്ങൾ രക്താംബരം പോലെ ഇരുന്നാൽ അത് ഹിമം പോലെ വെളുപ്പിക്കുക. എത്ര കടിച്ചുമപ്പായിരുന്നാൽ പഞ്ഞി പോലെ വെളുപ്പിക്കുവാൻ പര്യാപ്തമായ പരിശുദ്ധ രക്തമാണ് യേശുവിന്റെ തിരുരക്തം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് പാട്ട് പാടാൻ വലിയ ട്യൂണും സ്വരവും ഒന്നുമില്ല. എൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടല്ലോ. ഇവരൊക്കെ നന്നായിട്ട് പാട്ട്. നിങ്ങൾ രണ്ടുകൂടെ പറഞ്ഞ നിങ്ങളെന്തോ പറഞ്ഞു? ഏതാണ്ട് പറഞ്ഞു പാടണമെന്നാണോ? പിന്നെ പാപക്കാര ഏറ്റയങ്കി നീക്കി കുഞ്ഞാട്ടിൻ രക്തത്തിൽ കുളിക്ക ജീവനീരോ രോഗുന്നു വശുദ്ധർക്കായി കുളിച്ചു ശുദ്ധിയായിടുക. കുളിച്ചോ കുഞ്ഞാട്ടി ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോന്നി കളങ്കമോ നിന്നാകി കുളിച്ചോ കുഞ്ഞാട്ടി രക്തത്തിൽ കുളിച്ചോ കുഞ്ഞാട്ടി ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോന്നി കളങ്കമോ നിന്നാകി കുളിച്ചോ കുഞ്ഞാട്ടി രക്തത്തിൽ. ശുദ്ധമോ ഏറ്റവും വെണ്മയായി കാണുമോ സർപ്പൂരത്തിൽ വാസം ചെയ്തിടാൻ യോഗ്യ പാത്രമായി തീരുമോ അന്നാളിൽ. കുളിച്ചോ കുഞ്ഞാട്ടി ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോന്നി കളങ്കമോ നിന്നാകി കുളിച്ചോ കുഞ്ഞാട്ടി രക്തത്തിൽ കുളിച്ചോ കുഞ്ഞാട്ടി ആത്മശുദ്ധി നൽകും കുളിച്ചോ കുഞ്ഞാട്ടി
ശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോൽ നിഷ്കളങ്കമോ കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. ഇന്ന് രാത്രി യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം നിന്റെ സകല പാപവും പോക്ക് നിന്നെ ശുദ്ധീകരിക്കും. ചില വ്യക്തികളും ചില സംഘടനകളും ഒക്കെ എല്ലാം കൊണ്ടുപോവാന്നാ പറയുന്നത്. എല്ലാം കൊണ്ടുപോവാന്ന് ലിസ്റ്റ് ഒക്കെ എഴുതി തരും. ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവരണം. കൊണ്ടുവരുമ്പം ഞങ്ങളെ ചില കാര്യങ്ങളൊക്കെ ചെയ്യും. ഏതാണ്ട് ഏറെക്കുറെ നിനക്ക് യേശു പറയുന്നത് ഒന്നും വേണ്ട. കർത്താവ് പറഞ്ഞ എന്നാന്നറിയോ? നിവൃത്തിയായെന്ന. യേശു അങ്ങനെ പറഞ്ഞേ. അല്ലാതെ അങ്ങമ്മ ഞായറാഴ്ച വരുമ്പോൾ 3 വെടക്കോഴിയും കൂടെ കൊണ്ടു ഒക്കുന്ന ഒരു പൂവനെയും കൂടെ ദൈവത്തിന് ഒന്നും ആവശ്യമില്ല. നിങ്ങളാണ്ട മീക 6:6 വായിച്ചേ. വായിച്ചേ മോനെ. 8 മുതൽ വായിച്ചു. എന്തോന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്നു. എന്തോന്നുകൊണ്ട് ഞാൻ ചെല്ലുവെന്ന് അങ്ങോട്ട്. എന്റെ കയ്യിൽ എന്തോ ഉണ്ട്. എന്നെ എന്തുമായിട്ടാ ഞാൻ ചെല്ലുന്നത്? എന്തോന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്നു. അത്യുന്നത ദൈവത്തിന്റെ മുമ്പാകെ കുമ്പിടേണ്ടു. ഞാൻ എന്തോടത്തുകൊണ്ട് അങ്ങോട്ട് ചെന്ന് കുമ്പിടുന്നത്? ഞാൻ ഹോമയാഗങ്ങളോടും ഒരു വയസ്സ് പ്രായമുള്ള കാളക്കിടാങ്ങളോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണമോ? അയ്യോ, ഞാൻ കാളയായിട്ട് ചെല്ലണോ? കോഴിയായിട്ട് ചെല്ലണോ? ആടിനെയും കൊണ്ട് ചെല്ലണോ? ഏതായാലും മൃഗത്തെ പിടിച്ചോണ്ട് ചെല്ലണോ? ചോദിക്കുക. എന്തോന്നു കൊണ്ടാ ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്? 1000 ആട്ടുകൊറ്റനിലും. അയ്യോ, 1000 ആട്ടുകൊറ്റനിലും 10,000 തൈല നദിയിലും യഹോവ പ്രസാദിക്കുമോ? ദൈവം പ്രസാദിക്കുമോ? ചോദ്യമാ. നീ ആടിനെയും കാളയും കോഴിയും താറാവും ഒക്കെ ആയിട്ട് അങ്ങോട്ട് അത് വല്ലതും പ്രസാദിക്കുമോ? ദൈവത്തിന് ഇത് ആവശ്യമുണ്ടോ? തൈല നദി ഒഴുക്കുന്നവനാ ദൈവം. ഇതൊന്നും ദൈവത്തിന് വേണ്ടെന്നായി പറഞ്ഞത്. പിന്നെ എന്റെ അതിക്രമത്തിനു വേണ്ടി ഞാൻ എന്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എന്റെ ഉദരബലത്തെയും കൊടുക്കണമോ? പിള്ളേരെ കണ്ടിക്കണോ? കുഞ്ഞുങ്ങളെ കൊല്ലണോ? നരബലി ഇതൊന്നും ദൈവത്തിന് ആവശ്യമില്ല. ആരോ പറഞ്ഞു പോലും ആമൻ സ്വോത്രം, പെങ്കൊച്ചിനെ കണ്ടിച്ചാൽ നിനക്ക് ഐശ്വര്യം ഉണ്ടാകും. എന്റെ വിഡ്ഢി അന്നേരം പറഞ്ഞു, കൊച്ചു വേണമെന്നില്ല, തള്ളേനെ അന്നേലും കണ്ടിച്ചാൽ മതി. ഒരു തള്ളയെ കൊണ്ടുവന്ന് കണ്ടിച്ച് എല്ലാം നമ്മുടെ സ്ഥലത്തിന്റെ പേര് എലന്തൂര്. ഇവനൊക്കെ ഇനി എന്ന് ബോധം. അന്നേരം പറഞ്ഞു, തള്ള കിട്ടില്ലേ, ഇവിടെ കൂനിത്തള്ള എവിടെയും നിന്നാൽ മതി, അതിനെ അന്നേലും ഏതിനേലും വേണം കണ്ടിക്കണം. നരബലി കൊടുത്താവല്ലോ ദൈവം പ്രസാദിക്കുമോ? വിട്ടി അന്യോന്യം കൊലയ്ക്കും കൊള്ളുവെപ്പിനുമുള്ളതല്ല ഈ മാർഗം. മനുഷ്യനെ കണ്ടിച്ച് പ്രസാദിക്കുന്ന ഒരു ദൈവമല്ല. കടുത്തറുത്ത് ചോര അങ്ങോട്ട് ഒഴിച്ചപ്പം പ്രസാദിച്ചു. വത്സ ഞാൻ നിന്നിൽ, വത്സ നിന്റെ കുന്തം. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണേ, മനുഷ്യനെ സ്നേഹിക്കേ. കയ്യും കാലം കണ്ടിച്ചത് കൊണ്ടോ കടുത്തറുത്തത് കൊണ്ടോ ഒന്നും ദൈവം പ്രസാദിക്കത്തില്ല. ആലോചിക്കുന്നത്, ഞാൻ എന്റെ ആദിജാതനെ തന്നാ നിനക്ക് പ്രധാനമാണോ? എന്റെ ഉദരബലത്തെ തന്നാ നിനക്ക് പ്രധാനമാണോ? അടുത്ത വാക്യം വായിരേ. മനുഷ്യ നീ ചെവി തുറന്ന് കേൾക്കണേ. മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. നല്ല കാര്യം എന്നാണ് ദൈവം നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. വായിക്ക. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിട്ടിരിപ്പാനും നിന്റെ ദൈവത്തിന്റെ
ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് വേറെ വല്ലോ നിന്നോട് ചോദിക്കുന്നോ? നിന്റെ കോഴിയും വേണ്ട, ആടും വേണ്ട, പൂച്ചയും പട്ടിയും താറാവും, നിന്റെ വസ്തുവും വേണ്ട, കരിക്കും വേണ്ട, നിന്റെ അവൻ ഭൗതികവും വേണ്ട, കാശും വേണ്ട, നെല്ലും വേണ്ട, അരിയും വേണ്ട, പൂവും വേണ്ട, പുഷ്പവും വേണ്ട. ദൈവത്തിന് നീ ന്യായം പ്രവർത്തിക്കണം, നീ ദയാതൽപരനായിട്ടിരിക്കണം. മാത്രമല്ല നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നെ താഴ്ത്തണം. ഇത് കൂടുതലൊന്നും ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ഇന്ന് രാത്രി നീ ഒന്ന് താഴ്ത്തി കൊടുക്ക്. എൻ്റെ ദൈവമേ, നിന്റെ സന്നിധിയിൽ എന്നെ താഴ്ത്തുന്നു. എൻ്റെ ദൈവമേ, ന്യായം പ്രവർത്തിപ്പാൻ എന്നെ ഏൽപ്പിക്കുന്നു. എൻ്റെ ദൈവമേ, ദയാതൽപരനായിട്ടിരിപ്പാൻ ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നു. അങ്ങനെ സമർപ്പിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാ. അല്ലാതെ വേറെ സാധനമൊന്നും ദൈവത്തിന് രണ്ട് കഴിഞ്ഞ ദൈവത്തിന് നിന്റെ കാശം സ്തോത്രം. എന്നാലൊരു ഒരാൾ പറഞ്ഞു, ഞാൻ ദൈവത്തിന് ചെക്ക് കൊടുത്തെന്ന്. ദൈവത്തിന് ചെക്ക് കൊടുത്തെന്ന്. ഏത് ബാങ്കിലാ ഇത് മാറുന്നെന്നുള്ളതാ. ദൈവത്തിന് ചെക്കും വേണ്ട, ചെക്ക് ബുക്കും. നിന്റെ ഹൃദയത്തിന്റെ വാതിക്കൽ നിന്ന് ഇന്ന് രാത്രി യേശു മുട്ടുക. ഹൃദയവാതില് തുറന്നു വിടുക. യേശു നിന്റെ അകത്തേക്ക് വരട്ടെ. സ്തോത്രം, സ്തോത്രം. മരണത്തിന്റെ തണുത്ത കരമെന്ന് പിടികൂടുന്നതിന് മുമ്പ് നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. മനുജാ നീ ധനമതു നിന്നയാത മനുജ, നീ ധനമതു നിന്നയാത. മരണം വരുമേ നിന്റെ പണം നോട്ടി നേരം, പിരിയുമ്പോൾ അതിനല്ല ക്ഷണം ഓട്ടിച്ചാരം. ശലോമോനും അറിയുവാൻ കഴിഞ്ഞില്ലതാലെ, പരനെ വേഗം ചരണമാക്കി മരുവിടണ തരുണിയിൽ മനുജ. നീ ധനമതു നിന്നയാത മനുജ. വയലിലെ കുസുമങ്ങൾ വിടരുന്നു കാലേ, വിടരുന്നു പല നിന്ന അതിൽ മോണിജാരെ. ശലോമോനും അറിയുവാൻ കഴിഞ്ഞില്ലതാലെ, പരനെ വേഗം ചരണമാക്കി മരുവിടണം തരണിയിൽ. പരനെ വേഗം ചരണമാക്കി മരുവിടണം തരണിയിൽ മനുജ. നീ ധനമതു നിന്നയാത മനുജ. അപ്പൊ ശ്രദ്ധിക്കുക, ഇന്ന് രാത്രി ദൈവത്തിന് ആവശ്യം നീ താഴ്മയോടെ നടക്കുവാനും ദൈവത്തെ ഭജിക്കാനാ. ദൈവത്തിന് ഭൗതികമായിട്ടൊന്നും വേണ്ട. അതാ പ്രവാചകൻ ചോദിക്കുന്നത്, എന്തോന്നും കൊണ്ട് ഞാൻ ചെല്ലാനാ? അതൊന്നും ദൈവത്തിന് ആവശ്യമില്ല. നീ ഒരു പശുക്കിടാവുമായിട്ട് ചെല്ലുമ്പോൾ ദൈവം തമ്പുരാൻ കാട്ടിലെ 1000 മൃഗങ്ങളാ. അപ്പൊ പിന്നെ നിന്റെ കിടാവ് എന്തിനാ ദൈവത്തിന്? നീ വെട്ടം കാണിക്കാൻ എന്തേലും ആയിട്ട് ചെല്ലുമ്പോ തൈല നദി ഒഴുക്കിക്കൊണ്ടിരിക്കുക. അന്നേരം ദൈവത്തിന് ഇതൊന്നും ദൈവത്തിന് ആവശ്യം നിന്നെയാ. ചെല്ല് പറയുന്നുണ്ട്, ഇല്ല അവിടെ ചെന്നാ ദൈവത്തെ കാണാന്ന്. എവിടെ ദൈവത്തെ കാണാൻ? ഇല്ല, ഇന്ന സ്ഥലത്ത് ചെന്നാ മതി കാണാന്ന്. കിഴക്കോട്ട് ചെന്നാ മതി ദൈവത്തെ. അന്നേരം കിഴക്കല്ലടാ പടിഞ്ഞാറാന്ന്. ഉടനെ നേരെ പടിഞ്ഞാട്ട് വിട്ടു. പടിഞ്ഞാറ് ചെന്നപ്പം പറഞ്ഞ് പടിഞ്ഞാറും കിഴക്കും അല്ല വടക്കാ പുള്ളി നിൽക്കുന്നെന്ന് പറഞ്ഞു. നേരെ വടക്കോട്ടടിച്ചു. വടക്കോട്ടടിച്ചപ്പോൾ ഒരുത്തും പറഞ്ഞു കിഴക്കും പടിഞ്ഞാറും വടക്കൊന്നുമില്ല, തെക്കാ പുള്ളി സാധാരണ എങ്ങുമില്ല. വായിച്ച മോനെ ഒരു വാക്യം, ഇയ്യോബിന്റെ പുസ്തകം 23:8 വായിച്ചേ പെട്ടെന്ന്. ഇയ്യോബ് 23:8 മുതൽ വായിച്ചേ. ഞാൻ കിഴക്കോട്ട് ചെന്നാൽ അവൻ അവിടെ ഇല്ല. അവിടെ ഇല്ല, ഉണ്ടോ? മനസ്സിലായോ? ഞാൻ കിഴക്കോട്ട് ചെന്നപ്പോ
നീ ഉമ്മാ കിഴക്കോട്ട് പോവുക, അവിടെ ഒന്നും പുള്ളിയില്ല, നടന്ന് നിന്റെ ഊപ്പാട് വരാന്നല്ലാതെ. ഒന്നുകൂടെ വായിച്ചു. ഞാൻ കിഴക്കോട്ട് ചെന്നാൽ അവൻ അവിടെ ഇല്ല, പുള്ളി അവിടെ ഇല്ല. ഞാൻ പടിഞ്ഞാറോട്ട് ചെന്നാൽ അവനെ കാണുകയില്ല, അവിടെ ചെന്നപ്പോഴും ഇല്ല, പടിഞ്ഞാട്ട് ചെന്നപ്പോഴും അവനെ കണ്ടില്ല. അടുത്തത്, വടക്ക് അവൻ പ്രവർത്തിക്കയിൽ നോക്കിയിട്ട് അവനെ കാണുന്നില്ല. നന്നായിട്ടൊന്ന് വായിച്ചേ. തൊണ്ടയ്ക്ക് അതിന്റെ പ്രയാസം ഉണ്ടെന്ന് തോന്നുന്നു. പനിയുടെ ആണോ എന്തോ പറ്റിയാ? പാട്ടുകാരത്തികൾ ക്ഷീണിക്കുമെന്ന, പാട്ടുകാരന്മാരെ ക്ഷീണിക്കുമെന്നില്ല. എന്നാലും വായിച്ചു തരുന്നല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ. വടക്ക് അവൻ പ്രവർത്തിക്കയിൽ നോക്കിയിട്ട് അവനെ കാണുന്നില്ല, വടക്കോട്ട് നോക്കിയിട്ടും പുള്ളിയെ കാണുന്നില്ല. അടുത്തത്, തെക്കോട്ട് അവൻ തിരിയുന്നു, അവനെ കാണുന്നില്ല താനും. കിടക്കുന്നു. കിഴക്കോട്ട് എന്നിട്ടും കാണുന്നില്ല, പടിഞ്ഞാട്ട് എന്നിട്ടും. ചിന്നമേ നീ ഉമ്മ പടിഞ്ഞാട്ട് കിടക്കുക, ബാഗും തൂക്കി. ആരാണ്ട് പറഞ്ഞു പോലും പെട്ടെന്ന് ചെല്ല്, പടിഞ്ഞാറത്തിൽ പോണ്ടെന്ന്. അവിടെ ചെന്ന് അറബിക്കടൽ കണ്ടേച്ച് വരാന്നല്ലാതെ കിഴക്കോട്ട് ചെന്നപ്പം സഖ്യപർവ്വതം നിൽക്കുക. ഇക്കേരളാക്യ വിഷയത്തിന് നേർകിഴക്കായി ഊക്കേറിടും പ്രകൃതി കെട്ടിയ കോട്ട പോലെ. നീ കിഴക്കോട്ട് ചെന്നാ അവിടെ പർവ്വതം, പടിഞ്ഞാട്ട് ചെന്നാ. ഒന്നുകൂടെ വായിച്ചോ മോനെ, 8-ാം വാക്യം. എല്ലാരും ഒന്ന് ചൊവ്വനെ കേൾക്കാം. ഞാൻ കിഴക്കോട്ട് ചെന്നാൽ അവൻ അവിടെ ഇല്ല, കിഴക്കോട്ട് ചെന്നാൽ അവൻ അവിടെ ഇല്ല, പടിഞ്ഞാറോട്ട് ചെന്നാൽ അവനെ കാണുകയില്ല, അവിടെയും കാണുകയില്ല. വടക്ക് അവൻ പ്രവർത്തിക്കയിൽ, വടക്ക് എന്നാലും വലിയ ഗുണമൊന്നുമില്ല. വടക്കിന്നൊക്കെ ഗുണം വരുമെന്നാ പറയുന്ന, ഗുണമൊന്നും ഉണ്ടാകുകയല്ല. തെക്കോട്ട് അവൻ തിരിയുന്നു, അവനെ കാണുന്നില്ലതാ. പ്രൈസ് ദി ലോർഡ്. നീ ഉമ്മ രാവിലെ വൈകിട്ടും ഉച്ചയ്ക്കും എല്ലാം കിഴക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാട്ടും നടക്കാന്നല്ലാതെ ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. നീ ദൈവത്തെ തപ്പി എങ്ങോട്ടും പോകണ്ട, നീ ഇരിക്കുന്നിടത്ത് വരുന്നവനാ ദൈവം. പ്രൈസ് ദി ലോർഡ്. അങ്ങനാന്നല്ലോ കർത്താവ് പറഞ്ഞത്. 2-3 പേര് ഞാനിരിക്കുന്നിടത്തോട്ട് വരാനല്ല പറഞ്ഞത്, 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാൽ ഞാൻ അങ്ങോട്ട് വരുവന്ന. കാരണവും കൂടെ പറയാ, അവിടുന്ന് ജീവിക്കുന്ന ദൈവമാ, അവിടെ നിന്ന് ജീവിക്കുന്ന ദൈവമാ. അതുകൊണ്ട് ഇന്ന് രാത്രിയും അവിടുന്ന് നമ്മുടെ നടുവിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഭൗതിക വസ്തുക്കളൊന്നും ദൈവത്തിന് കൊടുക്കണ്ട, കിഴക്കോട്ടും പടിഞ്ഞാട്ടും നടന്ന് ഊപ്പാടും വരണ്ട. നീ ഇരിക്കുന്ന ഇടത്തിൽ നിന്ന് സമർപ്പിച്ചാ മതി. എൻ്റെ യേശുവേ, എന്നെ രക്ഷിക്കണം, എൻ്റെ ഉള്ളത്തിലേക്ക് വരണം, എന്നെ സഹായിക്കണം, എന്നെ അവനെ രക്ഷിക്കണം. ആര് പ്രാർത്ഥിക്കും? അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. സത്യവചനം കേട്ട് നീ വാ, നിത്യജീവൻ നിനക്ക് ഇടുമേ. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്ക് ഇടുമേ. നിൻപരും ജീവ പുസ്തകത്തിൽ എഴുതിടുമേ. നിൻപരും ജീവ പുസ്തകത്തിൽ ഉണ്മയാൽ എഴുതിടുമേ. വരുവീൻ, നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ, നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ, നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഇന്ന് രാത്രി യേശു നിന്നെ രക്ഷിക്കും. ഈ രാത്രി യേശു നിന്നെ വിടുവിക്കും. ഇന്ന് രാത്രി കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അതെ, സമയത്ത് ഭയപ്പെടുന്നു. കൽപ്പന എല്ലാം മടക്കി വെച്ച് തന്നെ പോവാം. നമ്മളിനി വായിക്കാൻ പോവാ. കൽപ്പന പ്രമാണിക്കുന്നവന്
ഒരു ദോഷവും സംഭവിക്കത്തില്ല. ഇസ്രായേൽ മക്കൾ ഈ കൽപ്പന അങ്ങ് പ്രമാണിച്ചു. ഏത്? കുഞ്ഞാടിനെ വേർതിരിച്ചു, അതിനെ 14-ാം തീയതി അറുത്തു, രക്തമെടുത്ത് ചോരത്തറി ആചരിച്ചു, കാലിൽ ചെരുപ്പമിട്ട് കയ്യിൽ വടിയും പിടിച്ച് അരമുറുക്കി തീയിൽ ചുട്ട് ഈ മാംസം ഭുജിച്ചു. അവൻ ഒരു ദോഷവും വന്നില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇത് ചെയ്യാത്തവനോ? ചെയ്യാത്തവൻ മുഴുവൻ കിടന്ന് കുഴഞ്ഞു. ഒന്ന് വായിച്ചേര്, ചെയ്യാത്തവൻ എന്നെ എടുക്കുകയായിരുന്നെന്ന്, അവരുടെ വീട്ടിൽ എന്തോ വന്നെന്ന്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 29 മുതൽ വായിച്ചേ. കൽപ്പന പ്രമാണിക്കാഞ്ഞവന് കുഴപ്പടി എന്നാന്ന്. അർദ്ധരാത്രിയിലോ സിംഹാസനത്തിലിരുന്ന ഫറവോന്റെ ആദ്യജാതൻ മുതൽ കുണ്ടറയിൽ കിടന്ന തടവുകാരന്റെ, കൊല്ലം കുണ്ടറയുടെ കാര്യമല്ല, കൊല്ലത്തിനപ്പുറം കുണ്ടറയുണ്ട്. കുണ്ടറയിൽ കിടന്നവന്റെ തടവുകാരന്റെ ആദ്യജാതൻ വരെയും മിസ്രയീം ദേശത്തിലെ ആദ്യജാതന്മാരെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളെയും എല്ലാം യഹോവ സംഹരിച്ചു. മുഴുവനെണ്ണത്തിനെ, കൽപ്പന പ്രമാണിക്കാത്ത മുഴുവനെണ്ണത്തിനെ സംഹരിച്ചെന്ന്. എന്നിട്ട് അടുത്തൊരു പദമുണ്ട്, ഒറ്റ വീട്ടിൽ പോലും മരണം നടക്കാതിരുന്നില്ല. അടുത്ത വാക്യമായിരുന്നു, ഫറവോനും അവന്റെ സകല ഭൃത്യന്മാര് സകല മിസ്രയീമ്യരും രാത്രിയിൽ എഴുന്നേറ്റു. മിസ്രയീമിൽ വലിയൊരു നിലവിളി ഉണ്ടായി. ഒന്നും മരിക്കാതെ ഒരു വീടും ഉണ്ടായിരുന്നില്ല. ഒന്നും മരിക്കാത്ത ഒറ്റ വീടുണ്ടായിരുന്നില്ല. എന്നാൽ കൽപ്പന പ്രമാണിച്ച ഒറ്റ വീട്ടിൽ പോലും മരണം നടന്നില്ല. കൽപ്പന പ്രമാണിച്ച ഒരു വീട്ടിൽ നിലവിളി ഉയർന്നില്ല. കൽപ്പന പ്രമാണിക്കാത്തവന് ഒരു ദോഷവും സംഭവിക്കത്തില്ല. കൽപ്പന പ്രമാണിക്കാത്ത സകല വീട്ടിലും നിലവിളി ഉയർന്നപ്പോൾ, അവൻ കൂട്ട നിലവിളി ഉയർന്നപ്പോൾ, കൽപ്പന പ്രമാണിച്ചവന്റെ വീട്ടിൽ ജയത്തിന്റെ പാട്ടുയർന്നു. എല്ലാം വിവരിക്കുന്നില്ല. കൽപ്പന പ്രമാണിക്കാത്ത ഈ കൽപ്പന പ്രമാണിച്ചവർ അന്ന് രാത്രി പുറപ്പെട്ടു. ഇവര് ജയത്തിന്റെ പാട്ടുമൊക്കെ പാടി ഇസ്രായേൽ പോവുക. നമ്മൾ പാടുകല്ലേ, ജയത്തിൻ ഘോഷം ഉല്ലാസ ഘോഷം ഭക്തരിൻ കൂടാരത്തിൽ അടിച്ച് പാടി ഇവര് പോവുക. അന്നേരം അവിടെ നേരം മാത്രം പേടിയാന്നോ? ആരും ജാഗത്തൊന്നുമില്ല. നേരം മാത്രം. ഈ പാട്ട് മിസ്രയീമ്യ വീടുകളിൽ മുഴുവൻ, ഫറവോന്റെ വീട്ടിലാണെങ്കിൽ വലിയ പാട്ടുകാരെയാ കൊണ്ടിറക്കിയത്. ഏതാ? കാശനുസരിച്ചാന്നല്ലോ പാട്ടുകാര്. കാശില്ലാത്തതെന്ന് പറയും, മോന് ഓർഗണം മാത്രം വന്നാൽ മതി, കാശി അങ്ങടെയും. ഞാൻ പറയാ 3 ഓർഗൺ ഉണ്ട്, വേണ്ട ഒന്നിൻ്റെ ആവശ്യമോ അത് മതി, കാശില്ല അധികം. ഇപ്പം കാശുള്ളം പറയും, എടുക്കാവുന്ന ഓർഗൺ മുഴുവൻ എടുത്തോണം, വിളിക്കാവുന്നവരെ മുഴുവൻ വിളിച്ചോണം, ബാൻഡ് സെറ്റ് വരെ വേണം. എത്രയും കേമമാക്കി വേണം നമുക്ക് നമ്മുടെ ഫ്യൂണറൽ സർവീസ്. ഇപ്പം ഫറവോന്റെ കൊട്ടാരം മുതൽ കുണ്ടറയിൽ കിടന്നവൻ്റെ വീട് വരെ സ്തോത്രം വിലാപത്തിൻ്റെ ഗാനമാണ്. എന്നാൽ കൽപ്പന പ്രമാണിച്ചവൻ ജഗത്തിന്റെ പാട്ട് പാടിപ്പോവുക. അവര് മിസ്രയീമിലെ കൊള്ള കിട്ടും. ചോദിച്ചതല്ല ഇവന്മാര് അമ്മമാർക്ക് മനസ്സിലായി, ഇവന്മാരെ നിർത്തിയ ഇനിയും പിന്നെ മരണം സംഭവിക്കും. പൊക്കോളം പറഞ്ഞു കൊള്ള അല്ല, തള്ളയുടെ ആ കുണുക്ക് തള്ള 2 കാതിലും പെട്ടെന്ന് കൊടുത്തു, നിങ്ങളെല്ലാം പോട്ടെന്ന് പറഞ്ഞു. ഊരാത്തതെല്ലാം ഊരി ഇഷ്ടംപോലെ കൊടുത്തു. അതുങ്ങളെല്ലാം വന്നതെങ്ങനെയാന്നൊക്കെ സാർ എഴുതിയിട്ടുണ്ട്. ഇവർ പോന്നതേ അവരോട് ചോദിച്ചതെല്ലാം കൊടുത്തു. ഒരു കുളമ്പ് പോലും മുഴുവൻ സാധനം എടുത്തോണ്ടായി ഇവർ വന്നേ. അത് സാറ് കൊടുത്ത പെട്ടിക്കൽ മേച്ചക്കൽ കട്ടിൽ ശിശു തൊട്ടിലരികിടും പുട്ടിൽ. അപ്പം പെട്ടി, കട്ടില്, തൊട്ടി, കുട്ടി, വട്ടി, പെട്ടി, ചട്ടി, പട്ടി, മുഴുവൻ എണ്ണത്തിനെ അടിച്ച് തൂത്തായി ഇവർ പോകുന്നത്. പെട്ടികൾ മേച്ചക്കൽ കട്ടിൽ ശിശു തൊട്ടി, പിള്ളേരെ കിടന്നത് തൊട്ടിൽ വരെ കൊണ്ടുപോയി. അതാ പെട്ടികൾ മേച്ചക്കൽ കട്ടിൽ. ചുമ്മാ ഇരിക്കാതെ പുള്ളി സ്വത്രാഴ്ച ആയിരിക്കല്ലേ? സ്വത്രാഴ്ച ആയിരത്തില്ലേ? അതൊക്കെ തരും. പിന്നെ പെട്ടികൾ മേച്ചക്കൽ കട്ടിൽ ശിശു തൊട്ടിൽ അരികിടും പുട്ടിൽ. പെട്ടികൾ മേച്ചക്കൽ കട്ടിൽ
വീട്ടിൽ ചിച്ചു തൊട്ടിൽ അരികിടും കൂട്ടിൽ ആ പെട്ടികൾ മേജകൾ കാട്ടിൽ ശിശു തൊട്ടിൽ അരികിടും കൂട്ടിൽ മുട്ടി വിറകലിൻ മാട്ടിൽ നല്ല ലൊടുകൾ കൂട്ടി ആ ചട്ടിമരം കലക്കോട്ട നല്ല ചട്ടുറ്റ വേലകൾ ചട്ട ആ ചട്ടിമരം കലക്കോട്ട നല്ല ചട്ടുറ്റ വേലകൾ ആ വെട്ടികൾ മേജകൾ കാട്ടിൽ ശിശു തൊട്ടിൽ അരികിടും കൂട്ടിൽ പാടാൻ നേരമില്ല. അപ്പോ ഇവര് കൊള്ളയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി. അതാ കൽപ്പന പ്രമാണിച്ചവൻ ഒരു ദോഷവും സംഭവിക്കത്തില്ല. കൽപ്പന പ്രമാണിക്കാത്തവന്റെ വീട്ടിൽ കൂട്ടനിലവിളി ഉയർന്ന് അവൻ വിലാപ പന്തൽ വീണ്. നമ്മൾ പുസ്തകം പഠിക്കുമ്പം ഇവര് ജയത്തിന്റെ പാട്ട് പാടി പോന്നപ്പം അവിടെ കറുത്ത കുപ്പായോ വിട്ടുകൊണ്ട് ആൾക്കാർ നിരന്ന് നിന്നാ ചൊല്ലുന്നത്. സമാധാനത്തോടെ പോയിക്കൊള്ളുക നിരന്ന് നിന്ന് കറുത്ത കുപ്പായ ഇട്ട് നല്ല നിന്ന് അറഞ്ഞു പിടിച്ചു കൊല്ലുക. അന്നേരം അവര് നല്ല വെള്ളത്തുണി ഇട്ടുകൊണ്ട് പാട്ട് പാടി അടിച്ച് മിന്നുക. മനസ്സിലായോ നിനക്ക്? സ്തോത്രം. ഇവര് ജഗത്തിന്റെ പാട്ട് പാടി അക്കരയ്ക്ക് പോകുമ്പോൾ മറ്റവരവിടെ ശവോടക്കിന്റെ കാര്യമല്ല കുഴിച്ചിടുക. വായിച്ച വാക്യം തരാം. ഈയോടി നിങ്ങൾ ഓർക്കുന്ന ഞാൻ ഒപ്പിച്ചാന്നോ? അവിടെ ഒന്നുമില്ല. സംഖ്യാപുസ്തകം എടുത്ത് എല്ലാം അവിടെ ആണെന്ന് വിചാരിക്കരുത്. സംഖ്യാപുസ്തകം ഇവിടെ നിന്ന് വായിച്ചു. ഇവിടെ മുതൽ വായിച്ചു. ഞാൻ വിരൽ ചൂണ്ടിയ അവിടെ മുതൽ വായിക്കണം. ഇവിടെ മുതൽ വായിച്ചു. വായിക്കാൻ ഇവിടെ മുതൽ വായിച്ചു. ഒന്നാം മാസം 15-ാം തീയതി അവർ രമേസേസിൽ നിന്ന് പുറപ്പെട്ടു. അടുത്തത് പെസഹ കഴിഞ്ഞ പിറ്റന്നാൾ നിന്റെ പിറ്റേന്നാള് ഇസ്രായേൽ മക്കളെല്ലാം മിസ്രയീമ്യരും കാണെ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. യുദ്ധസന്നദ്ധരായിട്ട് ഇവർ പുറപ്പെട്ടു. ഏതാ? കൽപ്പന പ്രമാണിച്ചവരെല്ലാം മിസ്രയീമ്യര് കാണെ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. കൽപ്പന പ്രമാണിക്കാത്തവരോ അടുത്ത മിസ്രയീമ്യരോ കൽപ്പന പ്രമാണിക്കാത്ത മിസ്രയീമ്യരോ യഹോവ തങ്ങളുടെ ഇടയിൽ സംഹരിച്ച കടിഞ്ഞൂലുകളെയെല്ലാം കുഴിച്ചിടുകയായിരുന്നു. അവിടെ ചവടൊക്കെ നടക്കുക. സ്തോത്രം. ഇവര് യവോടൊക്കെ നടത്തുമ്പോ മറ്റവര് കുഞ്ഞാടനെ അറുത്ത് ചോരത്തിൽ യാചരിച്ച് കൽപ്പന പ്രമാണിച്ച് ജയത്തിന്റെ പാട്ടുപാടി യാത്ര ചെയ്യുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കുകയല്ല. നീ ദൈവകൽപ്പന പ്രമാണിക്ക്, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്ക്, നിനക്കൊരു ദോഷവും വരികയല്ല. ഞാൻ വേഗത്തിൽ അങ്ങ് നിർത്താം. അടുത്തത് വിശദീകരിക്കുന്നില്ല. കൽപ്പന പ്രമാണിച്ചാൽ എന്ത് ലഭിക്കും? ഒന്ന്, സംഹാരബാധയിൽ നിന്ന് രക്ഷപ്പെടും, നീ രക്ഷിക്കപ്പെടും. രണ്ട്, കൽപ്പന പ്രമാണിച്ചാൽ എന്ത് സംഭവിക്കും? വായിച്ച മോനെ, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിച്ചേ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5:14. കൽപ്പന പ്രമാണിച്ചാൽ എന്ത് സംഭവിക്കും? അപ്പോൾ അവൻ ചെന്ന് ദൈവപുരുഷന്റെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി. അവന്റെ ദേഹം ചെറിയ ബാലന്റെ ദേഹം പോലെയായി. ഇതൂടെ കേൾക്കണേ, ഇതൂടെ കേട്ടേച്ച് പോണേ. അപ്പോൾ അവൻ ചെന്ന് ദൈവപുരുഷന്റെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി. അവന്റെ ദേഹം ചെറിയ ബാലന്റെ ദേഹം പോലെയായി. ഈ കൽപ്പന പ്രവാചകൻ നയമാനോട് പറയുന്ന ഭാഗമാണ്. അരാം രാജാവിന്റെ സേനാധിപതി നയമാൻ പരാക്രമശാലിയാ, പക്ഷേ കുഷ്ഠരോഗിയ. 5:1 വായിക്കാൻ. അരാം രാജാവിന്റെ സേനാധിപതിയായ നയമാൻ മുഖാന്തിരം യഹോവ അരാമിന് ജയം നൽകിയത് കൊണ്ട് അവന്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. മഹാനും മാന്യനുമാ, പക്ഷേ പരിവക്കേട്. അടുത്തത്, അവൻ പരാക്രമശാലിയെങ്കിലും. 1 മഹാനാണ്, 2 മാന്യനാ,
3 പരാക്രമശാലിയ, പക്ഷെ പരുവക്കേടാ. എന്നാ? എങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. കുഷ്ഠരോഗിയാ. ഇത് പാപത്തിന്റെ കുഷ്ഠമാണ്. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. യവന്റെ കുഷ്ഠരോഗം മാറാൻ ഒരു പെങ്കൊച്ച് യവന്റെ ഭാര്യയോട് പറഞ്ഞു കൊടുത്ത, അവിടെ അടിമപ്പെണ്ണായിട്ട് കൊണ്ടുവന്നതാ. അവള് പറഞ്ഞു, അമ്മാമ്മേ, അച്ചായൻ ഈ പരാക്രമവും മാന്യതയും മിടുക്കനൊക്കെ ആണെങ്കിലും പെരക്കകത്ത് കയറാൻ മേലല്ലോ. ഞാനിങ്ങനെ റോഡിൽ കടന്ന് പരാക്രമം കാണിക്കുന്ന അല്ലാതെ ചുമ്മാ പോകുന്നവനെ ഒരം വെച്ച് ഒരസുക, ചുമ്മാ പോകുന്നവന് കോതുകാല് വെക്കുക, അങ്ങരിക്കുമ്പം കൈ തെറുത്ത് വെച്ച് കയറി വെച്ച് മുണ്ടുമടക്ക കുത്തി ഇങ്ങനെ നിൽക്കുക. പക്ഷെ വീട്ടിൽ വന്നാൽ പെരക്കകത്ത് കയറാനൊക്കെ തള്ള കേട്ടുകയല്ല. എന്നാന്ന് ചോദിച്ചാൽ കുഷ്ഠരോഗിയാ. അപ്പൊ ഈ പെങ്കൊച്ച് ഇത് കണ്ട് കുറെ നാൾ കൊണ്ട് അങ്ങ് വശം കിട്ടച്ചു പറഞ്ഞു, അമ്മാമ്മേ, അച്ചായനെ സൗഖ്യം കിട്ടും. ഒത്തിരി ട്രീറ്റ്മെന്റ് ചെയ്താടി, വെല്ലൂര് വരെ വയനാട്ടിലും കൊണ്ടുപോയ പച്ചമരുന്ന്, രക്ഷപ്പെടത്തില്ല. അവള് പറഞ്ഞ് അങ്ങനല്ല, രക്ഷപ്പെടാൻ മാർഗമുണ്ട്. എന്തോ മാർഗം? എൻ്റെ കൊച്ചമ്മ, ഞങ്ങളുടെ അവിടെ പ്രാർത്ഥിക്കുന്നൊരു ഉപദേശിയുണ്ട്. ഉപദേശിയുടെ വിശേഷതയല്ല, അയാൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവന്. ആ ഉപദേശിയെ കൊണ്ടുപോയ ഈ അച്ചായന് സൂക്ഷം സൗഖ്യം കിട്ടും. അപ്പൊ വന്നപ്പോ ഈ തള്ള പറഞ്ഞു കൊടുത്ത് കാണും. അതിന്റെ വെളിച്ചത്തിൽ ആ നയമാൻ കുഷ്ഠരോഗം മാറാൻ ഉപദേശിയുടെ അടുക്കിലോട്ട് പോകുന്ന വിധവന്ന് ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. സമ്മാനമൊക്കെ എടുത്തോണ്ടാ പോകുന്നത്. അപ്പൊ പോകുന്ന പോക്കിന് പുള്ളി ചിന്തിച്ചത് നല്ല ചിന്തയാ. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഉപദേശി എന്നെ കാണും, ഞാൻ സേനാപതിയല്ലേ. അപ്പൊ പുള്ളി പ്രാർത്ഥന പെട്ടെന്ന് നിർത്തിയേച്ച് ഓടി എൻ്റെ അടുക്ക വന്ന് വന്ദനം ചൊല്ലിയേച്ച് ആ രോഗമുള്ള ഭാഗത്ത് കൈ ഇങ്ങനെ ആട്ടി ആട്ടി വീശി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ടപ്പെന്ന് സൗഖ്യം കിട്ടും. ഈ ചിന്തയോട് പോയെങ്കിലും ഉപദേശി മൈൻഡ് ചെയ്തില്ല. എന്തിനേറെ എല്ലാം കഴിഞ്ഞ് ഉപദേശി വന്ന് പറഞ്ഞൊരൊറ്റ കാര്യം, കുഷ്ഠരോഗമല്ലേ, സൗഖ്യമാകാൻ ഒറ്റ മാർഗം, ദാണ്ട യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങിയേച്ച് വരാൻ മുങ്ങാൻ പറഞ്ഞു. ഈ മുങ്ങാൻ പറയുമ്പോഴാ പലരും യോഗത്തിനിടയിൽ നിന്ന് പൊങ്ങി പോകുന്നത്. അല്ലേ അവരതോടങ്ങ് മുങ്ങും. യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങണം. അങ്ങനെ മുങ്ങി വെള്ളത്തിൽ മുങ്ങി കഴിയുമ്പോൾ നിനക്ക് സൗഖ്യമുണ്ട്. ഇന്ന് രാത്രി 2ാമത്തെ കൽപ്പന, നീ വെള്ളത്തിൽ മുങ്ങണം. മുങ്ങി അങ്ങ് കിടക്കണ്ട, മുക്കി പിടിച്ചോണ്ടിരിക്കുകയും വേണ്ട, ഒന്ന് മുങ്ങി ഇങ്ങ് പൊങ്ങണം. ഈ മുങ്ങുന്നതും പൊങ്ങുന്നതും എന്തിനാന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാ സ്നാനം. നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ, വിടുതല കിട്ടണമെങ്കിൽ, രോഗശാന്തി വേണമെങ്കിൽ, നിന്റെ പ്രശ്നത്തിന് പരിഹാരവും തീർപ്പും ഇന്ന് രാത്രി വേണമെങ്കിൽ നീ സ്നാനപ്പെടണം. സ്നാനമോ ജഡത്തിന്റെ അടുക്ക കളയാനല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കാം, യേശുവിനോട് ചേരുവാനാ, യേശുവിനെ ധരിക്കുവാനാ, യേശുവിന്റെ ആ മരണത്തോട് അനുരൂപപ്പെടാനാ. ഇന്ന് രാത്രി വെള്ളത്തിൽ മുങ്ങാൻ തീരുമാനമെടുക്കണം. ഇതുവരെയും നീ സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ കുഞ്ഞുഞ്ഞമ്മേ, ഇന്ന് രാത്രി സ്നാനപ്പെടാൻ നീ തീരുമാനിക്കണം. നാളെ ആയിരിക്കും ചിലപ്പം മറ്റേ പുള്ളി വരുന്നത്. ആരാ? കാലൻ. നീ ഭർത്താവിനെ വിളിക്ക് കാലൻ, അയാൾ വന്നിട്ടൊന്നും കാര്യമില്ല, മറ്റേ പുള്ളി വരും. നിന്നെ അറസ്റ്റ് ചെയ്ത് അന്നേരം ദൂരവേയല്ല മരണം എന്നാർക്കറിയാം, ലേശവും ഇല്ല സമയം. ദൂരവേയല്ല മരണം എന്നാർക്കറിയാം, ലേശവും ഇല്ല സമയം. രാജാക്കന്മാർ വലിയ ധീരന്മാരായവരു, രാജാക്കന്മാർ വലിയ ധീരന്മാരായവരു, ധീരസാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. ധീരസാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്ന, ഓർക്കായിലെന്തു കഷ്ടമേ. എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്ന, ഓർക്കായിലെന്തു കഷ്ടമേ.
സമയത്തും മരണം നിന്നെ പിടികൂടും. മരണത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒക്കത്തില്ല. കാരണം ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചതാണ്. ഞാൻ പണ്ട് അമ്പലത്തിൽ പോകുന്ന സമയത്ത് നാമം ജപിക്കും. ഹൈന്ദവ സ്നേഹിതന്മാർക്ക് ഞാൻ പറയുന്ന കാര്യം പിടികിട്ടും. അത് അവർക്കറിയാം. ഞാനിപ്പം കുറച്ച് വർഷങ്ങളായി ഇത് ചൊല്ലുന്നില്ല, അതുകൊണ്ട് ചിലപ്പം തെറ്റുവല്ലോ വന്നാൽ ഹൈന്ദവ സ്നേഹിതന്മാർ സദയം ക്ഷമിക്കണം. എങ്കിലും പണ്ട് ചൊല്ലിയതിൻ്റെ ഓർമ്മ വെച്ചാ അതിലിങ്ങനെ ഇത് കുന്നുകൾ പോലെ ധനമുണ്ടാകിലും ഇന്ദ്രനു സമമായി വാണിടുകിലും ഒന്നുരിയാടുവതിന്നിട കിട്ട വന്നാൽ യമ്മപടർ നാരായണ ജയ. പണ്ട് ചൊല്ലിയിട്ടുള്ളതാണ്. തെറ്റിയോന്ന് പറഞ്ഞാൽ 10-35 കൊല്ലം മുമ്പ് ചൊല്ലിയതാണ്. കാണുന്നു ജില്ലർ പലതുമുപായം കാണുന്നില്ല മരിക്കുമിതെന്നു കാണിലും ഒരു നൂറ്റാണ്ടിനകത്തും വരികളെല്ലാം മറന്നുപോയി. അപ്പൊ കുന്നുകൾ പോലെ ധനമുണ്ടെങ്കിലും ഇന്ദ്രന് തുല്യമായി ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ മരണത്തിന്റെ കിങ്കരം മണ്ണതിനെ അറസ്റ്റ് ചെയ്താൽ ഒരക്ഷരം മിണ്ടാനൊക്കത്തില്ല. അച്ചായാന്ന് വിളിക്കാൻ ആ കോടി. മനസ്സിലായോ? മൊബൈൽ എന്ന് പറയാം തീർന്നതോടെ. എൻ്റെ മൊബൈലും കിട്ടുകയില്ല, ATM കാർഡും കാണുകയില്ല, ഒരു കുന്തവും കിട്ടുകയില്ല. അന്നേരം നീ പോയി. അതുകൊണ്ട് മരണത്തിന്റെ തണുത്ത കരമെന്ന് തൊടുന്നതിന് മുന്നേ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. 5 പൈസ കൊടുക്കണ്ട. മനുഷ്യന്റെ ജീവിതം ക്ഷണികമല്ലേ? അധ്യാത്മരാമായണത്തിൽ എഴുത്തച്ഛൻ ചില വരികളെ കുറിച്ച് വെച്ചിട്ടുണ്ട്. നല്ല പദപ്രയോഗങ്ങള്. എന്തോ അമ്മനെ പറഞ്ഞു, സമയം പോയോ? നിങ്ങളാണ്ട് പറഞ്ഞു പ്രസംഗം എറിക്കുന്നില്ലെന്നായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കും, പിന്നെ എനിക്കറിയണം പുറകിൽ എന്നാ സംഭവിക്കുന്നത്. അപ്പം എഴുത്തച്ഛൻ കൊടുത്തു വെച്ചിരിക്കുക, ഭോഗങ്ങൾ ജനപ്രഭാജലം വേഗേന നഷ്ടമായുസുമോർക്ക നീ. ആയുസ് വേഗം പോകുന്നതാ. ഭോഗം സുഖം. ഭോഗങ്ങൾ ജനപ്രഭാജലം വേഗേന നഷ്ടമായുസുമോർക്ക നീ വക്കിനി സന്തപ്ത ലോകസ്താംബു ബിന്ദുനാ സന്നിപം മർത്യജന്മക്ഷണഭംഗുരം കാലാകിന പരിഗ്രസ്തമാം ലോകവമാലോലജേതതാ ഭോഗങ്ങൾ തേടുന്നു. ത്വക്മാംസരക്താസ്തിവിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം മായാമയമായി പരിണാമിയായ ഒരു കായം വികാരിയായുള്ള നിതുദ്രിതം ദേഹോഭിമാന നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന് നീ മാനസധാരിൽ നിരൂപിച്ചതും തവജ്ഞാനമല്ലായതെന്ന് അറിയ നീ ലക്ഷ്മണ. പണ്ട് പഠിച്ചതാ. വത്സാ സൗമിത്രേ കുമാര നീ കേൾക്കണം. മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനടോ നിന്നുള്ളിൽ എപ്പോഴും. എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവം നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളത് നിന്നാൽ അസാധ്യമായി ഇല്ലോ ഒരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിത് കേൾക്ക നീ. ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും. അപ്പൊ ഈ കാണുന്നതല്ല, ഈ ദൃശ്യമായതെല്ലാം നശിച്ചു പോകുന്നതാ. മരണം നിന്നെ വന്ന് പിടികൂടും. മരണത്തിന്റെ തണുത്തകരം വന്ന് തപ്പും. അതിനു മുമ്പ് നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാ. സ്തോത്രം. വെള്ളത്തിൽ യാത്രയിൽ വെച്ചോ ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ. വെള്ളത്തിൽ യാത്രയിൽ വെച്ചോ ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ. കള്ളം പറഞ്ഞു ചിലർ വ്യാപാര ചന്തയിലോ. കള്ളം പറഞ്ഞു ചിലർ വ്യാപാര ചന്തയിലോ. കള്ളക്കേസിനു പോകും കച്ചേരി തിണ്ണയിലോ. കള്ളക്കേസിനു പോകും കച്ചേരി തിണ്ണയിലോ. എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്നതോർക്കായി എന്തു കഷ്ടമേ. ഇന്ന് രാത്രി ആമേൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഇത് സുപ്രസാദ കാലമാ, ഇത് രക്ഷാ ദിവസമാ. ഇന്ന് രാത്രി ദൈവം നിനക്ക് അവസരം തരിക.
നീ തീരുമാനമെടുക്കും, നിനക്കും നിന്റെ കുടുംബത്തിന് രക്ഷയാണ്. പുള്ളിയോട് പ്രവാചകൻ പറഞ്ഞു, മുങ്ങിയാ മതി സൗഖ്യമാകും. മുങ്ങാൻ പറഞ്ഞ ഉടനെ പുള്ളി ഉടക്കി. ഉടനെ പുള്ളി പറഞ്ഞ, യോർദാന് മുങ്ങാൻ എന്തിന്? ഈ കലക്ക വെള്ളത്തിലോ? എനിക്കതിൻ്റെ ആവശ്യമൊന്നും, ഞാൻ സേനാപതിയാ, ഈ വന്ന് ഈ കലക്ക വെള്ളത്തിൽ ചാടേണ്ട കാര്യമൊന്നും. മുങ്ങുകയാണെന്നെങ്കിൽ ഞങ്ങളുടെ അവിടെ തെളിഞ്ഞ വെള്ളമുണ്ടല്ലോ, അബാനയും പർപ്പരും. ഈ കലക്കവെള്ളത്തിൽ വന്ന് ഉന്തെല്ലാം കൂടെ പിടിച്ച് പനിയും ചാമ്പനിയും ഉണ്ടാകുന്നില്ല നല്ലത്. പുള്ളി കുർത്തിച്ചു. അപ്പോൾ ഒരുത്തൻ ചെന്ന് പറഞ്ഞ്, യജമാനനെ മറ്റ് പറ്റാത്ത കാര്യമൊന്നും അല്ലല്ലോ പറഞ്ഞേ, അങ്ങേര് തന്ന കൽപ്പന യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങുക, അത്രയല്ല, അങ്ങ് മുങ്ങ. ഇവന് നല്ല ബുദ്ധി വന്നു. ആദ്യം ഉടക്കിയെങ്കിലും ഇവൻ ആ കൽപ്പന അങ്ങ് പ്രമാണിച്ചു. 7 പ്രാവശ്യം മുങ്ങി. 7ാമത്തെ പ്രാവശ്യം മുങ്ങി പൊങ്ങി നോക്കിയപ്പം ദേഹം ചെറിയ ബാലന്റെ ദേഹം. കുഷ്ഠരോഗത്തിന്റെ വടുക്കൾ മുഴുവൻ മാറി, കുഷ്ഠരോഗത്തിന്റെ സകല കെടുതിയും മാറി, അവന്റെ ദേഹം ശുദ്ധമായി. പ്രൈസ് ദി ലോർഡ്. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് 3 കൊടുത്ത കൽപ്പനയാ, നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുത്, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അത് അന്ത്യകൽപ്പന കൊടുത്തതാ. നിങ്ങളെ ഞാൻ അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ വാടാ, പോയത് പോട്ടെ, പോരടി പാപ്പി എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങൾ ഇവിടെ ഇരിക്കണം. ഞാൻ അങ്ങോട്ട് പോവുക, അവിടെ ചെന്ന കാര്യസ്ഥനെ ഇങ്ങോട്ട് വിടും. കാര്യസ്ഥൻ ഇങ്ങോട്ട് വന്ന് കാര്യമെല്ലാം പറയും, സകല സത്യത്തിനും വഴി നടത്തും. വഴി നടത്തുമ്പം ആ കാര്യസ്ഥനെ നിങ്ങൾ പ്രാപിക്കണം ശക്തി. ആ ശക്തി ലഭിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ പാർക്കണം. ഇതാ അന്ത്യകൽപ്പന. പറഞ്ഞേച്ച് യേശു മേളിലോട്ട് പോയി, കീപ്പോട്ടല്ല പോയത്. അവരെല്ലാം കൂടെ താഴെ നിന്ന് മേളിലോട്ട് നോക്കിയപ്പോൾ യേശു മേളിലോട്ട് പോയി ഒരു മേഘം വന്ന് മൂടി മറച്ചു, കാഴ്ചയ്ക്ക് മറഞ്ഞു. എന്നിട്ട് കണ്ണ് വെട്ടിക്കാതെ നിന്നപ്പോൾ 2 ദൂതന്മാർ വന്ന് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, പോയതുപോലെ തിരിച്ചു വരും. നിങ്ങൾ പറഞ്ഞ കൽപ്പന അനുസരിച്ച് ഇവിടെ കാത്തിരിക്കെ. അങ്ങനെ അവർ 120 പേര് കൂടുന്ന സംഘം 1:15 അങ്ങനെ ഒന്നിച്ചു കൂടി. പറഞ്ഞതുപോലെ ആ കൽപ്പന പോലെ അവർ കാത്തിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 2 ആ സംഭവിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. ഏതോ പൊട്ടന്മാര് പറഞ്ഞു നിന്നെന്ന്. അവന് നിന്നായിരിക്കും, പോട്ടാ നിന്നിട്ട് നിനക്കില്ലെന്നോർത്ത് നീ ഉടനെ ഇത് ആർക്കുമില്ലെന്ന് പറയാവോ? നിനക്ക് നിന്റെ കൂട്ടർക്കും ഇത് കിട്ടിയില്ലെന്നോർത്ത് നീ അടച്ചങ്ങനെ പറയരുത്. ഇത് ആരുടെയും കുത്തകയല്ല, ദൈവത്തിന്റെ ദാനമാണ്. നീ ആ കൽപ്പന പോലെ നിരിക്കേ, വിധേയപ്പെടുത്തി. ദൈവത്തിന്റെ ദാനമാ, നിന്റെ മേലും പകരും. ദൈവത്തിന് മുഖപക്ഷമൊന്നുമില്ല. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തും. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഒരു നദി ഉണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിന്റെ മധ്യേ ഉണ്ട്. അവിടുത്തെ കൽപ്പനയാ ആമേൻ. പരിശുദ്ധാത്മസ്നാനം, ആത്മസ്നാനം അത് പ്രാപിച്ചു. അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. അത് ഇന്നും ഉണ്ട്, കൃപാവരമുണ്ട്, നിന്നിട്ടില്ല. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കത്തില്ല. ആ കൽപ്പന അവർ പ്രമാണിച്ചു, പാലിച്ചു, അനുസരിച്ചു. അവർക്കാർക്കും ഒരു ദോഷം വന്നില്ല. അവരുടെ കൂടെ ആൾ കൂടിയതല്ലാതെ അവർ ആരുടെയും കൂടെ 120 പേര് കൂടി ഒറ്റ പ്രസംഗം കഴിഞ്ഞപ്പം 3120. പിന്നെ അങ്ങോട്ട് അധ്യായം പഠിക്കുമ്പോൾ 5000 7000 പിന്നെ എണ്ണാൻ ഒക്കുന്നില്ല. അതുപോലെ ആൾ കൂടി. ദോഷമൊന്നും വരികയില്ല. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും വരികയില്ല. ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പം അങ്ങ് നിർത്തുക, സമയം ഒത്തിരി അതിക്രമിച്ചു. ഈ നാട്ടിലുള്ളവർ നല്ല മനുഷ്യനായതുകൊണ്ട് നമ്മളെ അവർ സഹിക്കുന്നല്ലോ. ദൈവത്തിൻ്റെ മഹത്വം. ഈ ദേശത്തെയും നാട്ടുകാരെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഏറ്റവും കൽപ്പന 1 രക്ഷിക്കപ്പെടണം, 2 മുങ്ങണം, 3 ആത്മസ്നാനം പ്രാപിക്കണം. 4ാമത്തെ ഒരു കൽപ്പന, അത് പ്രധാനപ്പെട്ടൊരു കൽപ്പനയാ. ഒന്ന് വായിച്ചങ്ങ് പോകാതെ ഒക്കെ ഉള്ളു, നേരെ എല്ലാം പറയാൻ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 12ാമത്തെ വാക്യം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എന്റെ കൽപ്പന. അതാ കൽപ്പന. തമ്മിൽ സ്നേഹിക്കണം. ഇങ്ങോട്ട് നോക്കിയാൽ പെന്തിക്കോസുകാരോട് പറയാ, തമ്മിൽ സ്നേഹിക്കണം.
ഭർത്താവിനെ സ്നേഹിക്കണം, ഭാര്യയെ സ്നേഹിക്കണം, മക്കളെ സ്നേഹിക്കണം, മാതാപിതാക്കളെ സ്നേഹിക്കണം. മിണ്ടാതെയും മറുങ്ങലിക്കാതെ ഇരിക്കരുത്. തള്ളയാകാൻ പ്രാർത്ഥിക്കുകയും ചെയ്യരുത്. അമ്മായിയമ്മയെ സ്നേഹിക്കണം, അമ്മായിയപ്പനെയും സ്നേഹിക്കണം. ഭർത്താവിൻ്റെ പെങ്ങളുണ്ടെങ്കിൽ അവരെ സ്നേഹിക്കണം. ആങ്ങളയുടെ ഭാര്യയെ നീ മിണ്ടുന്നില്ല, ഉണർവെല്ലാം പോയോ? അയലത്തുകാരെ സ്നേഹിക്കണം, അവരുമായിട്ട് വഴക്കുണ്ടാക്കരുത്. സഹോദരങ്ങളുമായിട്ട് വഴക്കുണ്ടാക്കരുത്, സ്നേഹിക്കണം. പോകാനൊരുങ്ങാന്നു ഇതിവിടെ കേട്ടേച്ച് പോയാൽ മതി. സ്തോത്രം. സകല മനുഷ്യരോട് സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കണം. എല്ലാവരെയും സ്നേഹിക്കണം. യേശു അതാ പഠിപ്പിച്ച്. അവിടുന്ന് സ്നേഹമാണല്ലോ. നവ്യമാമൊരു കൽപ്പന ഞാൻ നിങ്ങൾക്കിന്നിത നൽകുന്നു, തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ, നിങ്ങളെ ഞാൻ എന്നപ്പോ. തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ, നിങ്ങളെ ഞാൻ എന്നപ്പോ. നിങ്ങളെ ഞാൻ എന്നപ്പോ. നവ്യമാമൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് ഇന്നിത നൽകുന്നു, തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ, നിങ്ങളെ ഞാൻ എന്നപ്പോ. നിങ്ങളെ ഞാൻ എന്നപ്പോ. ഞാനോ നല്ലൊരു മുന്തിരി, നിങ്ങളതിലെ ശാഖകൾ. ഞാനോ നല്ലൊരു മുന്തിരി, നിങ്ങളതിലെ ശാഖകൾ. സ്വർഗതാരനുവേലയൊരുപ്പ മണ്ണിൽ നിങ്ങൾ ദീപങ്ങൾ, മണ്ണിൽ നിങ്ങൾ ദീപങ്ങൾ. ഞാൻ എന്ന് പോൽ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ, നിങ്ങളെ ഞാൻ പോ. ഏറ്റവും ശ്രേഷ്ഠമായ കൽപ്പനയാണ് സ്നേഹം. നിങ്ങൾ ആ കൽപ്പന അനുസരിക്ക്, നിങ്ങൾക്ക് ഒരു ദോഷവും വരികയല്ല. ഭർത്താവിനെ സ്നേഹിക്ക്, ഭാര്യയെ സ്നേഹിക്ക്, മക്കളെ സ്നേഹിക്ക്, മാതാപിതാക്കളെ സ്നേഹിക്ക്, പ്രായമുള്ളവരെ സ്നേഹിക്ക്, അഖിലത്തുകാരെ സ്നേഹിക്ക്, മനുഷ്യവർഗത്തെ സ്നേഹിക്ക്. അല്ല, ഞാൻ എൻ്റെ ഭാഷ പറയാം, പ്രകൃതിയെ സ്നേഹിക്ക്, ഈ ഭൂമിയെ സ്നേഹിക്ക്. ഇതൊക്കെ സ്നേഹിക്കണ്ടേ? ആരോട് പറയാൻ? ചുമ്മാ ഇങ്ങനെ അറകലകൊള്ളും പോലെ സ്നേഹിക്കേ. ദൈവം സ്നേഹമാണ്. വാളെടുക്കരുത്, വടിവാളെടുക്കരുത്, ബോംബിടരുത്. സ്തോത്രം. അതൊന്നും നമ്മുടെ ആയുധമല്ല. നമ്മുടെ ആയുധ സ്നേഹമാണ്. തിന്മയെ തിന്മ കൊണ്ടല്ല, നന്മ കൊണ്ട് ജയിക്കേ. അയലത്തുകാരനെ സ്നേഹിക്കുക. അതാ യേശു പഠിപ്പിച്ചത്. നിന്നെ പോലെ തന്നെ. നമുക്ക് നമ്മളോട് വലിയ സ്നേഹമില്ലല്ലോ, പിന്നെ എങ്ങനെ? ചില കൊച്ചുങ്ങളെ ചുണ്ടി എടുക്കുമ്പോൾ ചില തള്ളമാര് പറയേ, കൊച്ചേ ഞാൻ എന്നെ തന്നെ ഇഷ്ടപ്പെടാറായി കുടുംബത്തിൽ ജീവിക്കുന്നേ. അപ്പൊ പിന്നെ പറഞ്ഞിട്ടും നിങ്ങൾ ചില പറഞ്ഞു കേട്ടില്ലേ, ഞാൻ ഓരോ കാര്യം ഓർത്തിട്ട് ഞാൻ എന്നെ തന്നെ ആദ്യം നിന്നെ അങ്ങ് സ്നേഹിക്കേ. ഇത് കണ്ണാടി നോക്കിയ ചരിശം കയറി തെറിയും പറഞ്ഞ യോഗത്തിന് വന്നിരിക്കുന്നത്. ഞാൻ എന്തിനാ ഇങ്ങനെ? ദൈവത്തിന് നിന്നെ ആവശ്യമാണ്. ദൈവം നിന്നെ സ്നേഹിക്കുന്നു, നീയും സ്നേഹിക്കുക. ആരോട് പിണങ്ങിയിരിക്കരുത്, വഴക്കുണ്ടാക്കരുത്. നമ്മളെ അനാവശ്യം പറഞ്ഞാൽ സ്തോത്രം പറഞ്ഞോണം. അതുകൊണ്ട് അതിനെ നൈറ്റി എടുത്ത് കുത്തിയേച്ച് അവരെ തല്ലാൻ ചെല്ലരുത്. മനസ്സിലാകുന്നുണ്ടോ? വല്ലതും പിടികിട്ടുന്നുണ്ടോ? ഞാൻ ഇന്നങ്ങ് അടങ്ങുക, ഇപ്പം അങ്ങ് സമയം പോയിട്ട് നിർത്തുക അല്ലേ, ഞാൻ ശരിയാക്കിയതിനെ കാര്യം. സ്തോത്രം. ദൈവ സ്നേഹമാണ്. അന്യോന്യം സ്നേഹിക്കണം. അതാ കർത്താവ് നമ്മെ ഇഷ്ടപ്പെടുന്നത്. ഇന്ന് രാത്രി സമർപ്പിക്കുക. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കത്തില്ല. നിനക്കും നിന്റെ കുടുംബത്തിന് ദോഷം വരികയില്ല. ഇത് കേൾക്കുന്നവർക്കും ദോഷം വരികയില്ല. ഈ ദേശത്തിന് ദോഷം വരികയില്ല. ആർക്കും ഒരു ദോഷം വരികയില്ല. ദൈവകൽപ്പന പ്രമാണിച്ചാൽ നിനക്കും നിന്റെ കുടുംബത്തിനും അനുഗ്രഹമാ. ഇന്ന് രാത്രി എല്ലാവരും ആമേൻ എന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ആരും പന്തൽ വിട്ടിറങ്ങരുത്. 2 ശീലയെ പാടുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാം. പ്രായമുള്ള അമ്മച്ചിയെ ഞാൻ കാണുന്ന, അമ്മച്ചി എഴുന്നേക്കാൻ മേലെ അമ്മച്ചി അവിടെ ഇരുന്നോണം.
എഴുന്നേക്കാൻ ആവതുള്ളവർ എഴുന്നേറ്റ് നിന്ന് പന്തലിൽ നിന്ന് ഇറങ്ങിപ്പോകരുത്. ഇറങ്ങിപ്പോകാനല്ല ഞാൻ പറയുന്നത്, ഇവിടെ നിന്നുകൊണ്ട് 2 ശീല് പാട്ട് 2 ശീല് കൈകളടിച്ച് പാടി നമുക്ക് ഇന്ന് രാത്രി അങ്ങ് പിരിയാം. സത്യവചനം കേട്ടു നിവാ നിത്യജീവൻ നിനക്കേടുമേ. ഓ നിൻപേ നല്ല സമയം നിന്നെ യേശു വിളിച്ചിടുന്നു. തീരാത്ത പാപം വ്യാധിയെയോ മാറാത്ത എല്ലാ ബലഹീനവും. ഓ തീരാത്ത പാപം വ്യാധിയെയും ഓ മാറാത്ത എല്ലാ ബലഹീനവും. കുരിശിൽ ചുമന്നു നിന്നെ ഓ സൗഖ്യമതീതൻ അടിപ്പിണരാ. നീ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. നീ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമകേ ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ. എല്ലാവർക്കും ഇരിക്കാം. ഇന്ന് രാത്രി ഇവിടെ വന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ നൽകി ക്ഷണിച്ച കർത്തദാസന് സഭയ്ക്കും നന്ദി. ഈ ദേശത്തിന് ആമേൻ അനുഗ്രഹമാകട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കാം, കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങാം. നിങ്ങൾ ഓർക്കുമ്പോൾ എളിയവനെയും കുടുംബത്തെ ശുശ്രൂഷകരെയും കൂട്ടുവേലക്കാരെയും തിരുവല്ലായിലെ പ്രവർത്തനങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് വീണ്ടും അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.